the King of Kings. Thumbs up, elbows up, elbows up, knees bent, making melody in my heart, making melody in my heart, making melody in my heart to the King of Kings. Thumbs up, elbows up, knees bent, head bent, making melody in my heart, making melody in my heart, making melody in my heart to the King of Kings. Thumbs up, elbows up, knees bent, head bent, stamp your feet, making melody in my heart, making melody in my heart, making melody in my heart to the King of Kings. Thumbs up, elbows up, knees bent, head bent, stamp your feet, turn around, making melody in my heart, making melody in my heart, making melody in my heart to the King of Kings. Thumbs up, elbows up, knees bent, head bent, stamp your feet, turn around, shout aloud, Jesus. Sing high, sing low, sing it absolutely everywhere I go. Sing high, sing low, sing it absolutely everywhere I go. Oh, I am thinking about Jesus' love for me. Oh, I am singing about how He set me free. Oh, I am bringing it up to everyone, the wonder of Jesus' love. Sing high, sing low, sing it absolutely everywhere I go. Sing high, sing low, sing it absolutely everywhere I go. Oh, I am thinking about Jesus' love for me. Oh, I am singing about how He sets me free. Oh, I am bringing it up to everyone, the wonder of Jesus' love. Sing high, sing low, sing it absolutely everywhere I go. Sing high, sing low, sing it absolutely everywhere I go. Oh, I am thinking about Jesus' love for me. Oh, I am singing about how He set me free. Oh, I am bringing it up to everyone, the wonder of Jesus' love, the wonder of Jesus' love. സഹൃദയരെ, ഇപ്രകാരം ഒരു കഥാപ്രസംഗവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ഞങ്ങളെ പ്രാപ്തനാക്കുന്ന സർവകൃപാലുമായ ദൈവത്തിന് സകല മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഈ കലാവിരുന്ന് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നു. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കലാവിരുന്നിന്റെ പേരാണ് സ്വപ്നം സത്യം. കതികരല്ല കലകാരരല്ല നാം, കേവലം FCC മെമ്പർ മാത്രം. കതികരല്ല കലകാരരല്ല നാം, കേവലം FCC മെമ്പർ മാത്രം. സഹൃദയരെ,
ഈ കഥ നടക്കുന്നത് എവിടെയാണെന്ന് അറിയണ്ടേ? പശ്ചിമ ബംഗാളിലാണോ, ഉത്തര കൊറിയയിലാണോ? പിന്നെ എവിടെയാണ്? ഈ കഥ നടക്കുന്നത് കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ. ആ ഗ്രാമത്തിന്റെ പേരാണ് മഞ്ചാടി പേരൂർ. വിളഞ്ഞു കിടക്കുന്ന വയലേലകളും വളഞ്ഞു പുഴഞ്ഞൊഴുകുന്ന കൊച്ചരുവികളുമുള്ള ആ ഗ്രാമത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, മാമ്പഴത്തിൻ തോട്ടമുണ്ട്, ഞാറ്റുവേലപ്പാടമുണ്ട്, ഞാറയ്ക്ക പഴമുള്ള കാടുണ്ട്, നല്ല പഞ്ചാരക്കരിമ്പിന്റെ തോട്ടമുണ്ട്. മാമ്പഴത്തിൻ തോട്ടമുണ്ട്, ഞാറ്റുവേലപ്പാടമുണ്ട്, ഞാറയ്ക്ക പഴമുള്ള കാടുണ്ട്, നല്ല പഞ്ചാരക്കരിമ്പിന്റെ തോട്ടമുണ്ട്. അതാ അവിടേക്ക് നോക്കൂ. വിസ്തൃതമായ പാടശേഖരത്തിന് നടുവിൽ ഒരു മനോഹരമായ വീട്. ആ വീടിന്റെ ഉമ്മറത്ത് ചാരുകസേരയിൽ നിവർത്തിപ്പിടിച്ച പത്രവുമായി ഒരു മധ്യവയസ്കൻ ഇരിക്കുന്നു. ആരോഗ്യ ദൃഢഗാത്രനായ ആ മനുഷ്യൻ ആരെന്നറിയണ്ടേ? അതാണ് സഹൃദയരെ, നമ്മുടെ കഥാനായകൻ കുഞ്ഞവറാൻ. പ്രഭാത കൃത്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ചൂടുള്ള കട്ടൻ കാപ്പിക്കൊപ്പം ചൂടുള്ള വാർത്തകളും വായിക്കുകയാണ്. കുഞ്ഞവറാനെ കുറിച്ച് ആ ഗ്രാമവാസികൾക്ക് ഒരുപാട് പറയാനുണ്ട്. അവറാൻ എന്നാൽ അറിയുന്നോർക്ക് കേവലം ഒരു ചെറുപേരല്ല, ഗ്രാമവാസികൾക്കെല്ലാം സമ്മതനായൊരു സമ്പന്ന സ്നേഹിതൻ കുഞ്ഞവറാൻ. അവറാൻ എന്നാൽ അറിയുന്നോർക്ക് കേവലം ഒരു ചെറുപേരല്ല. അതെ, ഏവർക്കും പ്രിയങ്കരനായ കുഞ്ഞവറാന് ഒരു ചൂട് കട്ടൻ കാപ്പി അകത്ത് ചെന്നാലേ ആ ദിവസം ഉഷാറാകുകയുള്ളൂ. ആ വീട്ടിൽ കുഞ്ഞവറാൻ തനിയാണോ? പിന്നെ ആരാണ്? അല്ല സഹോദരങ്ങളെ, അല്ല. അതാ നോക്കൂ, അടുക്കളയിൽ ഒരു സ്ത്രീരത്നം നിൽക്കുന്നു. വേഷത്തിലും ഭാവത്തിലും കുടുംബശ്രേഷ്ഠതയുടെ എല്ലാ പതിപ്പും ഉൾക്കൊള്ളുന്ന ഒരു നാടൻ വീട്ടമ്മ. അതാരെന്നറിയണ്ടേ? അതാണ് നമ്മുടെ കഥാനായിക ത്രേസ്യാക്കുട്ടി, കുഞ്ഞവറാന്റെ പ്രിയപത്നി. ത്രേസ്യാക്കുട്ടിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആഠ്യത്വമുള്ളൊരു വീട്ടമ്മ ത്രേസ്യ, നാട്ടുകാർക്കെല്ലാവർക്കും ആശ്വാസദീപം, പ്രാർത്ഥനാ ജീവിത ചര്യയായി മാറ്റിയ ആത്മീക തീക്ഷ്ണതയുള്ളൊരു ത്രേസ്യ. ആഠ്യത്വമുള്ളൊരു വീട്ടമ്മ ത്രേസ്യ, നാട്ടുകാർക്കെല്ലാവർക്കും ആശ്വാസദീപം, പ്രാർത്ഥനാ ജീവിത ചര്യയായി മാറ്റിയ ആത്മീക തീക്ഷ്ണതയുള്ളൊരു ത്രേസ്യ. ആ വീടിന്റെ മാത്രമല്ല, ആ നാടിന്റെയും കൂടെ വിളക്കാണ് ത്രേസ്യാക്കുട്ടി. നാഥന്റെ വരവനായി നോക്കിയിരിക്കുന്ന നമ്മുടെ നായിക അടുക്കളയിലെത്തി തിരക്കിട്ട് പാകം ചെയ്യുകയാണ്. അപ്പോഴും സ്തോത്രത്തിൽ ജാഗരിക്കുന്നുണ്ട്. പുട്ടുണ്ടാക്കുന്ന തിരക്കിലാണ് നമ്മുടെ കഥാനായിക. കാരണം നമ്മുടെ കഥാനായകന്റെ ഇഷ്ട വിഭവങ്ങളിൽ ഒന്നാണ് പുട്ട്. അതും വെറും പുട്ടാണോ? അല്ല, പിന്നെയോ മുളം കുറ്റിയിലുണ്ടാക്കും പുട്ടിത്, അരി വറുത്തു പൊടിച്ചൊരു പുട്ടിത്, രക്തസമ്മർദ്ദ പ്രമേഹ രോഗങ്ങൾ എല്ലാം ഒന്നായ അകറ്റിയിടും പുട്ടിത്. മുളം കുറ്റിയിലുണ്ടാക്കും പുട്ടിത്, അരി വറുത്തു പൊടിച്ചൊരു പുട്ടിത്, രക്തസമ്മർദ്ദ പ്രമേഹ രോഗങ്ങൾ എല്ലാം ഒന്നായ അകറ്റിയിടും പുട്ടിത്. സഹൃദയരെ, പുട്ടെന്ന് മാത്രമല്ല, ഏത് ഭക്ഷണവും നമ്മുടെ കഥാനായകന് ഒരു ദൗർബല്യം തന്നെയാണ്. വാർത്തകളുടെ വരികളിലൂടെ കണ്ണോടിച്ചുകൊണ്ട് അടുത്ത ഒരു കവിൾ കാപ്പിക്കായി ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ച കഥാനായകൻ വല്ലാത്ത ഒരു പരിഭവത്തോടെ ആഞ്ഞു തുപ്പി, വീണ്ടും വീണ്ടും ആഞ്ഞു തുപ്പി. ഒരു വല്ലാത്ത മനം പുരട്ടൽ, ആകെ കൂടെ ഒരു തക്കിട തരികിട കോപപരവശനായി കുഞ്ഞവറാൻ ചാരുകസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു അലറി വിളിച്ചു, എടി ത്രേസ്യേ! നമ്മുടെ കഥാനായികയുടെ അടുക്കിലേക്ക് എത്തിയ കഥാനായകൻ ചോദിച്ചു, എന്താടി ഈ കാപ്പിയിൽ കിടക്കുന്നത്? തികഞ്ഞ സൗമ്യതയോടെ ത്രേസ്യാക്കുട്ടി പറഞ്ഞു, അച്ചായ, അതൊരു ഉറുമ്പല്ലേ. കുഞ്ഞവറാൻ പറഞ്ഞു, എന്നാ പിന്നെ ഒരു ആനയെ പിടിച്ചിടടി. 100 വട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട് കാപ്പി അരിക്കണമെന്ന്. കോപം കൊണ്ട് വിറയ്ക്കുന്ന കുഞ്ഞവറാൻ തെങ്ങിൻ പൂങ്കുല പോലെ ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി. ആ വിറയിലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, കലി വന്നാൽ അവറാൻ വിറയ്ക്കുന്ന വിറയൽ ഒരു നല്ല പനിയാൽ വിറയ്ക്കും പോലല്ല. കലി വന്നാൽ അവറാൻ വിറയ്ക്കുന്ന വിറയൽ ഒരു നല്ല പനിയാൽ വിറയ്ക്കും പോലല്ല. തണുത്തു വിറച്ചാലും ഇതുപോലാവില്ല, കലി തീരുവോളം അവറാൻ വിറയ്ക്കും. തണുത്തു വിറച്ച
കലികൊണ്ട് വിറയ്ക്കുന്ന കുഞ്ഞവറാനെ കണ്ട ത്രേസ്യാക്കുട്ടി ഹൃദയത്തിൽ സ്തോത്രം പറഞ്ഞു. ഇതായിരുന്നു 55 വർഷമായുള്ള കൊച്ചു ത്രേസ്യയുടെ കുടുംബജീവിതത്തിന്റെ വിജയരഹസ്യം. പ്രിയ പത്നി ഒന്നും പ്രതികരിക്കാത്തതിനാൽ കുഞ്ഞവറാൻ മടങ്ങി ചാരുകസേരയിൽ ചെന്നിരുന്നു. വിദൂരതയിലേക്ക് കണ്ണും നട്ട് നമ്മുടെ കഥാനായകൻ പാടി: കട്ടൻ കാപ്പിലെ കട്ടുറുമ്പിന നഷ്ടമായിതിനോ നഷ്ടമായിതിനോ, കട്ടൻ കാപ്പിലെ കട്ടുറുമ്പിന നഷ്ടമായിതിനോ നഷ്ടമായിതിനോ. ഉമ്മറത്ത് നിന്ന് പ്രിയപ്പെട്ടവന്റെ സങ്കടഗാനം കേട്ട് ഊറി ചിരിച്ചുകൊണ്ട് അടുത്ത കുറ്റിപ്പുട്ടിനെ ചില്ലിടുമ്പോൾ അതാ കേൾക്കുന്ന ഒരു മഹാനാദം, ദിക്കുകളെ നടുക്കുന്ന ഒരു ഇടിനാദം. പ്രപഞ്ചമാകെ വെട്ടിത്തിളങ്ങുന്ന പ്രകാശരശ്മികൾ വീശിയടിക്കുന്നു. ഭയന്ന് വിറച്ച് നെഞ്ചത്ത് കൈവച്ച കഥാനായകൻ പറഞ്ഞു: നാദം നാദം, ഈ മഹാനാദം ഇതുവരെ കേട്ടിട്ടില്ല. ചക്രവാളങ്ങൾ പോലും പ്രകമ്പനം കൊള്ളുന്ന ഒരു മഹാനാദമിതാ. ചക്രവാളങ്ങൾ പോലും പ്രകമ്പനം കൊള്ളുന്ന ഒരു മഹാനാദമിതാ. ഭയപരവശനായി കുഞ്ഞവറാൻ ചോദിച്ചു: എന്താ കർത്താവേ ഇത്? ലോകം അവസാനിക്കുകയാണോ? ഒരു നിമിഷം തൻ്റെ പ്രിയപ്പെട്ടവളെ ഓർത്ത് കുഞ്ഞവറാൻ അടുക്കളയിലേക്ക് പാഞ്ഞു. ആ കാഴ്ച കണ്ട് കുഞ്ഞവറാൻ തരിച്ചു നിന്നു. സ്വന്തം കണ്ണുകളെ തനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പുട്ടുകുറ്റിയും ചില്ലും തേങ്ങാപ്പീരയും അരിപ്പൊടിയും തറയിൽ ചിന്നി ചിതറി കിടക്കുന്നു. അരിപ്പൊടിയുള്ളിടത്ത് തേങ്ങാപ്പീരയില്ല, തേങ്ങാപ്പീരയുള്ളിടത്ത് അരിപ്പൊടിയുമില്ല. ഓരോ മുറിയിലും കഥാനായകൻ കയറി ഇറങ്ങി കഥാനായികയെ വിളിച്ചു: എടി ത്രേസ്യേ, നീ എവിടേക്ക് മാഞ്ഞു പോയിടി? നിസ്സഹായതയോടെ കഥാനായകൻ മാറത്തടിച്ചു. എവിടെ പോയി നീ എൻ്റെ പ്രിയ സഖി, ചൊല്ലു നീ, അവിടെ ഞാൻ എത്താം നെഞ്ചാരേ. അകന്നു നീ ദൃഷ്ടിയിൽ മറഞ്ഞു നിന്നിടല്ലേ, അതു താങ്ങാൻ കെൽപ്പെനിക്കില്ല. ദുഃഖം കനീഭവിച്ചു നിൽക്കുന്ന ആ വീടിന്റെ ഉമ്മറപ്പടിയിൽ നമ്മുടെ കഥാനായകൻ തളർന്നു നിന്നു. കാലുകൾ കുഴയുന്നു. പെട്ടെന്നാണ് അത് ദൃഷ്ടിയിൽപ്പെട്ടത്. ആരോ ഓടി വരുന്നു. തൻ്റെ പ്രിയതമയാണോ അത്? കഥാനായകൻ സൂക്ഷിച്ചു നോക്കി. അല്ല, അതെൻ്റെ ത്രേസ്യയല്ല, അത് നമ്മുടെ സ്കറിയല്ലേ. ഓടി വരുന്ന ഓട്ടത്തിനിടയിൽ സ്കറിയ വിളിച്ചു പറഞ്ഞു: അച്ഛാ, എല്ലാം പോയച്ഛാ. ആർത്തലച്ച കുഞ്ഞവറാന്റെ അടുത്ത് വന്നിരുന്ന സ്കറിയ പറഞ്ഞു: എല്ലാം പോയച്ഛാ, നമ്മുടെ കർത്താവ് വന്നേച്ചു പോയി. അവൻ നമ്മളെ ഒക്കെ ഇവിടെ ഇട്ടേച്ചു പോയച്ഛാ. കുറച്ചു പേരെ മാത്രമേ അവൻ കൊണ്ടുപോയുള്ളൂ. കഥാനായകൻ നെഞ്ചത്ത് കൈവച്ചു. സ്കറിയയുടെ മറുപടി കേട്ട് അദ്ദേഹം ഞെട്ടിത്തരിച്ചു. കണ്ണുകളിൽ ഇരുട്ടു വ്യാപരിക്കുന്നു. സർവശക്തിയും എടുത്ത് നമ്മുടെ കഥാനായകൻ വിലപിച്ചു: പാടുപെട്ടി പാരിതിൽ ഞാൻ വിശുദ്ധനായി ജീവിച്ചിട്ടും എന്നെയും കൈവിട്ടല്ലോ. ഓടുവിലെന്നെ കൈക്കൊള്ളാതെ നീ പോയല്ലോ, നീ പോയല്ലോ. കൈവിടപ്പെട്ടു പോയ കഥാനായകൻ സഭാമൂപ്പനോട് ചോദിച്ചു: സ്കറിയ, നമ്മുടെ പാസ്റ്റർ പോയോ? സ്കറിയയുടെ മറുപടി കേട്ട് കുഞ്ഞവറാൻ സ്തബ്ധനായി. അവരെല്ലാം പോയി. ഒരു കൊച്ചുകുട്ടി വിലപിക്കും പോലെ നമ്മുടെ കഥാനായകൻ ചോദിച്ചു: ആ പ്രസംഗം ഞാനിനി എങ്ങനെ ഒന്ന് കേൾക്കും? ഇനി ആ ബൈബിൾ ക്ലാസ് എങ്ങനെ നടത്തും? സ്കറിയ മറുപടി പറഞ്ഞു: ഇനി എന്തോന്ന് പ്രസംഗം, ഇനി എന്തോന്ന് ബൈബിൾ ക്ലാസ്, എല്ലാം പോയില്ലേ. യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ കുഞ്ഞവറാൻ തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ട് സ്കറിയയുടെ തോളിലേക്ക് വീണു. ചാരുകസേരയിൽ നിന്ന് മൂക്കം കുത്തി താഴെ വീണ കഥാനായകൻ ചാടി എഴുന്നേറ്റു. അല്പം ഒരു ജാള്യതയോടെ പറഞ്ഞു: ഇല്ല, ത്രേസ്യാക്കുട്ടി കണ്ടില്ല. ഇതാ ഈ കസേരയുടെ കുഴപ്പം. ഒന്ന് കിടന്നാൽ ഉടനെ ഉറങ്ങിപ്പോകും. കുറേ നേരം കഴിഞ്ഞിട്ടും കഥാനായിക ഉമ്മറത്തേക്ക് വരാത്തത് കൊണ്ട് കുഞ്ഞവറാൻ അടുക്കളയിലേക്ക് ചെന്നു. ആ കാഴ്ച കണ്ട കഥാനായകൻ വായ് പൊളിച്ചു. എന്ത്? അല്പം മുമ്പ് ഞാൻ കണ്ട സ്വപ്നം പോലെ പുട്ടും പുട്ടുകുറ്റിയും ചിന്നി ചിതറി കിടക്കുന്നു. ത്രേസ്യാക്കുട്ടി അവിടെ എങ്ങും കാണാനില്ല. വല്ലാത്ത ഒരു പരിഭ്രാന്തിയോടെ തരിച്ചു നിൽക്കുമ്പോൾ അകത്തെ കിടപ്പുമുറിയിൽ നിന്നും പ്രധാന വാർത്തകൾ ഉയർന്നു കേൾക്കുന്നു.
ക്രിസ്തീശു നായകൻ വാനമേഘങ്ങളിൽ ആഗതനായെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. ദുഃഖം കടിച്ചമർത്താൻ വയ്യാതെ കഥാനായകൻ പറഞ്ഞു, സത്യമായി തീർന്നല്ലോ ഞാൻ കണ്ട സ്വപ്നങ്ങൾ അർത്ഥസമ്പൂർണമായി തീർന്നല്ലോ ഇന്നേരം. സത്യമായി തീർന്നല്ലോ ഞാൻ കണ്ട സ്വപ്നങ്ങൾ അർത്ഥസമ്പൂർണമായി തീർന്നല്ലോ ഇന്നേരം. നിത്യവിനാശത്തിൽ കത്തുന്ന പൊയ്കയിൽ നഷ്ടമായി തീർന്നല്ലോ എൻ്റെ ജന്മം. നിത്യവിനാശത്തിൽ കത്തുന്ന പൊയ്കയിൽ നഷ്ടമായി തീർന്നല്ലോ എൻ്റെ ജന്മം. കുഞ്ഞവറാൻ്റെ തല കറങ്ങുന്നു. ഈ ജന്മം വട്ടപൂജ്യമായി തീർന്നല്ലോ. വാഴ പോലെ കുഞ്ഞവറാൻ ബോധരഹിതനായി. സഹൃദയരെ, നമ്മുടെ എല്ലാവരുടെയും വലിയ സ്വപ്നം നമ്മുടെ പ്രാണപ്രിയന്റെ വരവാണ്. ആ സത്യം നിങ്ങളെ എല്ലാവരെയും ഓർപ്പിച്ചുകൊണ്ട്, യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങി നിന്നുവോ. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങി നിന്നുവോ. ഇത്രയും നേരം ഞങ്ങളെ സദയം ശ്രവിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. He's the one who makes the sun shine. He's the one who puts the moon in the sky. He's the one who hung the stars one by one. He's the one who makes the birds sing. He's the one who makes your dreams so high. He's the one who makes me smile. Day by day, Jesus, you're my superhero. You're my star, my best friend. Jesus, you're my superhero. You're my star, my best friend. ഏത് കമ്പനികളും അവരുടെ വരവ് ചിലവ് കണക്കുകൾ കൂട്ടിക്കിഴക്കലുകൾ നടത്തുന്ന സമയം ലാഭത്തിലാണെങ്കിൽ അധികം ലാഭത്തിലേക്ക് വരുവാൻ എന്ത് ചെയ്യാം, അഥവാ നഷ്ടമെങ്കിൽ എങ്ങനെ ലാഭത്തിലാക്കാമെന്ന് ചിന്തിക്കുന്നു. വളരെ സമയവും പണവും ചെലവഴിച്ച് ഇവിടെ നാം എത്തിയിരിക്കുന്നത് കുടുംബത്തിന് വേണ്ടി എങ്ങനെ പോരാടണമെന്ന് ചിന്തിക്കുവാനുള്ള സമയമാണ്. വചനമെന്ന കണ്ണാടിയിലൂടെ നോക്കി കുറവുകൾ പരിഹരിക്കാൻ ഈ സ്കിറ്റ് നമുക്ക് ഉപകാരമാകട്ടെ. തലമുറകളായി പകർന്നു കിട്ടിയ ക്രിസ്തീയ സന്ദേശം അനുകരിക്കുന്ന നമ്മൾ
തലമുറകൾ മാറിപ്പോകുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ തീവ്രത എപ്രകാരമായിരിക്കുന്നു എന്ന് ഈ കുടുംബത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരമ്മയും തൻ്റെ മകനും മകളും അടങ്ങിയ കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് 11, 12 ക്ലാസ്സുകളിലെ കുട്ടികൾ ചേർന്ന് അഭിനയിക്കുമ്പോൾ അവരെ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ അഭിനന്ദിക്കുകയും നമ്മുടെ ജീവിതം അതുമായി ഒന്ന് തട്ടിച്ചു നോക്കുകയും ചെയ്യാം. തുടർന്ന് സ്കിറ്റിലേക്ക്. സൺഡേ ആയിട്ട് ഉറങ്ങാൻ സമ്മതിക്കുന്നില്ലേ? എത്ര സമയം? 6 മണി ആയുള്ളൂ. രാവിലെ തന്നെ കുത്തുപാട്ടും തുടങ്ങിയോ? അമ്മേ, അമ്മേ, അമ്മയ്ക്ക് മോനെ വേറെ പണിയൊന്നുമില്ല, നിൽക്കാൻ ചായ വേണം. ഇവിടെ മറ്റുള്ളവർ കഷ്ടപ്പെട്ട് രാവിലെ എടുത്ത് ചായ ഉണ്ടാക്കിയത് അമ്മയും മോനെ കിടന്നത് കൊട്ടി പാടിക്കൊണ്ടിരിക്കും. ചായ വേണം. അമ്മേന്ന് നോക്കി എന്ത് നാണക്കേട് പപ്പ കാണിച്ചു വെച്ചിരിക്കുന്ന ഫാമിലി ഗ്രൂപ്പില്. എന്ത് കാണിച്ചിരിക്കണേ? എന്ത് നാണക്കേടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി അവിടെ പോയി ഒന്നും ചെയ്യരുത്. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യരുതെന്ന്. എന്റെ ദേശം ഇവിടൊക്കെ തന്നെയാ. നിങ്ങൾ എന്ത് ഈ പാട്ട് പാടിക്കൊണ്ട് നടക്കുന്നത്? ജീസസ് ഈസ് കമ്മിങ് സൂൺ, ജീസസ് ഈസ് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് ഇത്രയും നാളെ ഇവിടെയാണ് ഈ നാട്ടിലാണ് പാടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ എന്റെ വീട്ടുകാരിലേക്ക് പാടാൻ തുടങ്ങി. ഇതെന്തൊരു കഷ്ടമാണ്. മനുഷ്യൻ നാളെ കണ്ടിട്ട് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. ജീസസ് ഈസ് കമ്മിങ് സൂൺ എന്തോ അത്? ജീസസ് വല്ലതും വരുമോ? എന്ത് ജീസസ് വരും? ഇത്ര നാൾ ജീസസ് വരുന്നില്ലല്ലോ, ഇനി വരാനൊന്നും പോകുന്നില്ല. ഇവർ വരുവാണെങ്കിൽ തന്നെ ഇവരും പോയെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാറുണ്ട് സാറേ. എന്തു അമ്മേ, ഒരു ദിവസം പോലും അമ്മ ഞങ്ങളിവിടെ പ്രാർത്ഥിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. എന്നും ഈ വീട്ടിൽ വരണം, എന്നും ഞങ്ങളുടെ പ്രാർത്ഥന പാതി വഴി മുടങ്ങും അമ്മ കാണും. സാറേ, നീ അമ്മയുടെ കൂടെ കൂടാതെ ഇവിടെ വന്നിരിക്കുക, പ്രാർത്ഥിക്കടാ ദൈവത്തെ. ഇനി സാറേ കൂടെ അങ്ങോട്ട് ചിന്തത്തില്ല. 2 സൽപുത്രികളെ പ്രാർത്ഥിച്ചത് കൊട്ടിയതൊക്കെ മതി. മോളെ, ഇതെന്താ ഈ പറയുന്നത്? കർത്താവ് വരാറായി. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും എല്ലാം കേൾക്കുന്നില്ലേ? പത്രവാർത്തകളിലെല്ലാം മോള് കേൾക്കുന്നില്ലേ? ഇതെല്ലാം നീ അല്ലേ ഇതെല്ലാം ഈ കുഞ്ഞുങ്ങളെ പിടിച്ചിരുത്തി ഇവിടെ പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ കർത്താവ് വരും. കർത്താവ് വരുമ്പോ പോയില്ലെങ്കിൽ ശരിയാവോ? ഇവിടുത്തെ കൊട്ടുപാട്ടൊക്കെ മതി. ഇനി ഞായറാഴ്ച പള്ളിയിൽ പോകാൻ നോക്കും. പള്ളിയിൽ പോയി ബാക്കിയൊക്കെ ആരാധിച്ചു നിങ്ങൾ എല്ലാവരും കൂടി. മറിയാമേ, അമ്മ പറഞ്ഞു കേട്ടില്ലേ? സമാധാനമായിട്ടിരിക്കുക. നമ്മള് മനസ്സിന്റെ ഒരുക്കവും ഹൃദയത്തിന്റെ ഒരുക്കവുമാണ് ദൈവം നോക്കുന്നത്. നമ്മൾ ഒരുങ്ങി പള്ളിയിൽ പോയിട്ട് കാര്യമില്ല. നമ്മൾ പോകേണ്ടത് ഹൃദയത്തോടെ ഒരുക്കത്തോടെ വേണം പോകാൻ. നിത്യത നഷ്ടപ്പെട്ടിട്ട് എന്ത് കാര്യമാണ് നമുക്ക് സാധിക്കാനുള്ളത്? നിത്യതയല്ലേ നമുക്ക് ഏറ്റവും വലുത്. ഇനിയിപ്പോൾ പോട്ടെ, നമുക്ക് സമാധാനമായിട്ട് പള്ളിയിൽ പോകാം. വാ. സാറേ, പെട്ടെന്ന് വാ, കയറിക്കിയ സമയം ഒത്തിരിയായി. ആരാധന തുടങ്ങി കാണും. ഇപ്പൊ പപ്പയും മമ്മി എന്നെ അന്വേഷിച്ചായിരുന്നു. കൂടി ചേച്ചി ഇത് എവിടെയാ പോയിരുന്നത്? പപ്പയും മമ്മിയും പോയിട്ട് 1/2 മണിക്കൂറായി. ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്തെന്ന് അറിയാമോ? ഞാൻ വണ്ടിയുടെ പെട്രോൾ അടിക്കാൻ പോരുന്ന അറിയാതെ തീർന്നായിരുന്നു. എന്തായാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഇച്ചിരി ലേറ്റ് ആയിട്ട് പോകുന്ന ഇഷ്ടം. ഇയാള് കൊള്ളാലോടി. കുഞ്ഞുങ്ങളെ, മത്തായി എഴുതിയ സുവിശേഷം നാം എല്ലാവരും വായിച്ചിട്ടുള്ളതാണല്ലോ. അതിൻ്റെ 25-ാം അധ്യായം എന്താ പറയുന്നതെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അതിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. സ്വർഗരാജ്യം മണവാളിനെ എതിരേൽപ്പാൻ വിളക്കെടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശമാകും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരും ആയിരുന്നു.
ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു. അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിനെന്ന് ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിള തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവിൻ എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യയ്ക്ക് ചെന്നു. വാതിലടയ്ക്കുകയും ചെയ്തു. അതിനുശേഷം മറ്റേ കന്യകമാരും വന്നു. കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിനവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഈ വായിച്ച വേദഭാഗം ആരൊക്കെ ശ്രദ്ധിച്ചു? ഞാൻ കണ്ടു. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 പേർ മൊബൈൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ടീച്ചറെ, അതൊന്നും ബൈബിൾ ഉണ്ടെന്നില്ല, അതുകൊണ്ട് ഫോണിൽ ബൈബിൾ നോക്കാൻ പോയത്. ഇത് പോട്ടെ, ഇനി നമുക്ക് എല്ലാവർക്കും ഇവിടെ ശ്രദ്ധിക്കാം. ജ്ഞാനികളായ 5 കന്യകമാരും 5 ബുദ്ധിയില്ലാത്ത കന്യകമാരും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ വരച്ചു കാണിച്ചിരിക്കുന്നു. തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങൾ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നതായ നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. കർത്താവിന്റെ മടങ്ങി വരവ് വ്യക്തമാണ് എന്നുള്ളത്. ആ മടങ്ങി വരവിനെ കുറിച്ച് കർത്താവ് തന്നെ ഈ 24-ാം അധ്യായത്തിൽ പല കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. ഹല്ലേലൂയ. വയലിൽ ഹല്ലേലൂയ 2 പേർ ആയിരിക്കും. ഹല്ലേലൂയ. ഒരാളെ ഉൾക്കൊള്ളും, മറ്റേ ആളെ തിരസ്കരിക്കപ്പെടും. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഹല്ലേലൂയ നോക്കണമേ, ഹല്ലേലൂയ ചിലർ അതിൽ നിന്ന് എടുക്കപ്പെടും. ഒരുപക്ഷെ ഡ്രൈവർ രക്ഷിക്കപ്പെട്ടതായ ഒരു വ്യക്തിയാണെങ്കിൽ സംഭവിക്കുവാൻ പോകുന്നതായ കാര്യങ്ങൾ. ഹല്ലേലൂയ. ഡ്രൈവർ എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്തുമാത്രം അപകടങ്ങളാണ് കടന്നു വരുവാൻ പോകുന്നത്. കാറിൽ ഒരുപക്ഷെ ഭാര്യയും ഭർത്താവും സഞ്ചരിക്കാതിരിക്കാം. പെട്ടെന്ന് ഭാര്യ എടുക്കപ്പെടും, ഭർത്താവ് തിരസ്കരിക്കപ്പെടും. അല്ലെങ്കിൽ ഭാര്യ തിരസ്കരിക്കപ്പെടും, ഭർത്താവ് എടുക്കപ്പെടും. ഫ്ലൈറ്റിൽ സഞ്ചരിക്കുന്നവർ, അത് ഓടിക്കുന്ന ആൾ ഒരു ദൈവത്തെ അറിഞ്ഞതായ ഒരു മനുഷ്യനാണ് എങ്കിൽ, കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ഒരു വ്യക്തിയാണെങ്കിൽ, ഒന്ന് നോക്കിക്കേ, അന്ന് ലോകത്തിൽ സംഭവിക്കുവാൻ പോകുന്നതായ കാര്യങ്ങൾ. ഇവയെ കുറിച്ച് കർത്താവ് പറയുന്നത് ഇപ്രകാരമാണ്. ഹല്ലേലൂയ. ഞാൻ വരിക തന്നെ ചെയ്യും. കർത്താവ് വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ ഏറ്റവും കരുണയോടെ സ്നേഹിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് അല്പം താമസിച്ചാണെങ്കിലും ഇന്ന് ഈ ദൈവാലയത്തിലേക്ക് കടന്നു വരുവാനും ഒന്നിച്ച് നിന്നെ ആരാധിപ്പാനും അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന് ഉണർവ് നൽകുന്ന, ശക്തി നൽകുന്ന, ഒരു പുതിയ ചിന്ത നൽകുന്ന ദൈവത്തിൻ്റെ ആലോചന നീ നിന്റെ ദാസന്മാരുടെ പക്കലേൽപ്പിച്ചു. അത് ഞങ്ങൾ കേട്ടു. കർത്താവ്, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തേണ്ടതായ കാര്യങ്ങളുണ്ട് എന്ന് ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിച്ചു. കർത്താവ്, ഈ ചർച്ചിനായി പ്രാർത്ഥിക്കുന്നു, ഇവിടെ ശുശ്രൂഷിക്കുന്ന ദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു, എല്ലാ കുടുംബങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു, ഇതിൽ ഇന്ന് സംബന്ധിക്കുന്ന എല്ലാ ദൈവങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. ഞങ്ങൾക്കായി ജീവിത യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശംസിക്കുന്ന പരിശുദ്ധാത്മാരുടെ കൂട്ടായ്മയും നമ്മോടും നാം പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളോടും ഇപ്പോഴും എന്നേക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
ടാനിയുടെ ഒപ്പം നടന്നു. പെട്ടെന്ന് വരുമോ? അവരെല്ലാരും ഷോപ്പിങ്ങിന് പോയേക്കുന്ന നിന്നെ എന്നെ ഏൽപ്പിച്ചിട്ടാ. വരുമ്പോ എനിക്ക് വഴക്ക് കിട്ടും. പെട്ടെന്ന് വരാൻ പറ്റൂ നിനക്ക്? അതെ, പക്ഷെ ഞാൻ അവർ വരുമ്പോഴത്തേക്ക് വിളിക്കാം. അപ്പോഴത്തേക്ക് നീ കൂടി വരണം. ഓക്കെ? ആ ശരി. എന്നെ പപ്പയുടെ അമ്മയുടെ നീ വഴക്ക് ഏൽപ്പിക്കില്ലേ? ഇന്ന് നിനക്ക് സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചു വല്ല മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. നിനക്ക് എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്നേ ഉള്ളൂ. പക്ഷെ പാർക്കിൽ പോകുന്ന കാര്യത്തിലായിരുന്നു. എന്നാൽ പിന്നെ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ ആൻറ്റി പഠിപ്പിച്ചത്. ഓ വേണ്ട, അത് ഭയങ്കര ബോറിങ്ങാണ്. നമുക്കിപ്പോൾ പാർക്കിൽ പോയാലോ? ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് ചോദിച്ചു നോക്കട്ടെ. നീ എന്തിനാ എപ്പോഴും നിന്റെ മമ്മീൻ്റെ പെർമിഷൻ ചോദിക്കുന്നത്? നമുക്ക് അവിടെ ചെന്നിട്ട് വിളിക്കാം. വേണ്ട വേണ്ട, എൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് ചോദിച്ചോ. എന്നാൽ ഞാൻ വിളിക്കാം. നീ വിളിച്ചാൽ ശരിയാവില്ല. കിഡ്നാപ്പിംഗ് ആൾക്കാരല്ലോ പെട്ടെന്ന് ഇപ്പൊ കിഡ്നാപ്പ് ചെയ്യാൻ പറ്റുമോ? നീ ഒരു കാര്യം, ഞാൻ ഒരു മിനിറ്റ്, ഞാൻ പപ്പ വിളിച്ചു. പപ്പ എടുക്കുന്നില്ല. മമ്മി വിളിച്ചു നോക്കാം. പപ്പ മമ്മി കൂടെ ഷോപ്പിലാണ്. മമ്മി മമ്മി എവിടാ? പെട്ടെന്ന് പോ മമ്മി. സാറാ തന്റെ വീട്ടിൽ വന്നിട്ട് ടാനിയനെ കാണാനില്ലെന്നൊക്കെ വന്ന് പറയുന്നത്. എന്തോ ചേച്ചി എന്താ പറ്റിയേ? പറ. മമ്മി എന്താ പറഞ്ഞേ? എനിക്കാണെങ്കിൽ മമ്മി ഉണ്ടല്ലോ, ഞാൻ വിളിച്ചപ്പോൾ പറയുക അവരെല്ലാവരും ഷോപ്പിങ്ങിന് ആയിട്ടില്ലായിരുന്നോ? അമ്മച്ചിയും പപ്പയും ടീച്ചറൊക്കെ ഉണ്ട്. അവർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നില്ല എന്നൊക്കെ പറയുന്നടി. അതുപോലെ തന്നെ നിൽക്കിലേക്ക് ആൾക്കാർ കാണാതായിരുന്നു. റോഡിലൊക്കെ എന്തൊക്കെയോ ആക്സിഡന്റ് ആണെന്നോ എന്തൊക്കെയോ പറയുന്നടി. മമ്മി ആകെ അവിടെ പേടിച്ചിരിക്കും. നീ ആണെങ്കിൽ എന്തോ പോലെയൊക്കെ തോന്നടി. എന്തോ സംഭവിച്ചു, എന്തോ കുഴപ്പമുണ്ടടി ഇവിടെ. നമുക്ക് ടി വി ഇട്ട് നോക്കിയാൽ എന്തെങ്കിലും അവർ പറയുമായിരിക്കും. ശരി, അവർ നല്ല ലൈവ് ഇട്ട് നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമായിരിക്കും. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. ഭൂമിയിൽ അത്ഭുതകരമായ പ്രതിഭാസങ്ങൾ നടകൊള്ളുന്നു. മനുഷ്യ ചരിത്രത്തിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്ത പ്രതിഭാസങ്ങളിൽ നടുങ്ങി ലോക ജനത. ലോകം മുഴുവൻ പലതരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ, വാഹന അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പലയിടത്തു നിന്നും ആളുകൾ അപ്രത്യക്ഷരായിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ജനം പേടിച്ച് നിർജീവരാകുന്ന കാഴ്ചയും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടമായിട്ട് അവർ അന്വേഷിച്ച് നടക്കുന്ന കുടുംബങ്ങളുടെയും ഹൃദയഭേദമായ കാഴ്ചകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാരെ മറ്റും കാണാതായതുകൊണ്ട് ഒട്ടനവധി അപകടങ്ങളാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത്തരം പ്രതിഭാസത്തെപ്പറ്റി കേട്ടുകേൾവി പോലും ഇല്ലാത്തതിനാൽ അന്യഗ്രഹ ജീവികളുടെ ഇടപെടലുകളായിരിക്കാം കാരണമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. എന്നാൽ ക്രൈസ്തവ പുരോഹിതന്മാർ പറയുന്നത് ഇത് ഉൽപ്രാവണം എന്നാണ്. എന്തായാലും ഒന്ന് തീർച്ച, ഇനി ലോകത്തിന് നല്ലതൊന്നും സംഭവിക്കാനില്ല. കൂടുതൽ വാർത്തകളും വിശദീകരണങ്ങളും വരുന്ന മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.
എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എടി പപ്പ അമ്മച്ചിയൊക്കെ പറയത്തില്ല റാപ്ചർന്ന്, അതാ സംഭവിച്ചത്. കർത്താവ് വന്നിട്ട് ദൈവമക്കളെയൊക്കെ കൊണ്ടുപോയി. പക്ഷെ ചേച്ചിയുടെ മീറ്റിങ്ങിനും ചർച്ചയൊക്കെ മുമ്പിൽ നിൽക്കുന്ന ആളല്ലാന്ന് ദൈവം എന്താ ചേച്ചിനെ കൊണ്ടുപോണ്ടിരുന്നത്? എടി അത് ശരിക്കും ഞാൻ നിങ്ങളുടെ മുമ്പിലൊക്കെ അഭിനയിക്കുമായിരുന്നു. അതാണെങ്കിൽ എൻ്റെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാടി. ശരിക്കും പപ്പയും അമ്മച്ചിയുടെയൊക്കെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുകയും പള്ളിയിലൊക്കെ മുമ്പിൽ പോയൊക്കെ നിൽക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആരും എന്നെ സംശയിക്കത്തില്ല എന്നോർത്ത് ഞാൻ അത് ഉപയോഗിച്ചതാ. ശരിക്കും ഞാൻ ഓർത്ത് കർത്താവ് ഇപ്പോഴൊന്നും വരത്തില്ല, എനിക്ക് സമയം കിട്ടും, അപ്പം ഞാൻ ഏറ്റു പറഞ്ഞ് എല്ലാം പാപമൊക്കെ കർത്താവ് ക്ഷമിച്ചിട്ട് പിന്നെ കർത്താവ് വരുമ്പോൾ എനിക്ക് പോകാൻ പറ്റുമെന്ന്. പക്ഷേ കർത്താവ് ഇത്രയും പെട്ടെന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ലാടി. ഇനി എന്താ നടക്കാൻ പോകുന്നത്? ഇനി ആൻറ്റി ക്രൈസ്റ്റ് വരൂടി ഭൂമിയിൽ. അവൻ 7 വർഷം ഈ ഭൂമി ഭരിക്കും. അപ്പം നമുക്ക് ഭയങ്കര കഷ്ടകാലമായിരിക്കും. പപ്പയും അമ്മച്ചി ഇപ്പം എവിടെയായിരിക്കും? പപ്പയും അമ്മച്ചി അവരിപ്പോൾ യേശുപ്പച്ചൻ്റെ അടുത്തായിരിക്കും. ഇവിടെ അവരെന്ത് സന്തോഷത്തിലായിരിക്കും അറിയാമോ നിനക്ക്? ദൂതന്മാരും ഒക്കെ ആയിട്ട് അവർ ഈ ഭൂമി ചെയ്തതിനെല്ലാം അവർ ഗിഫ്റ്റ്സ് ഒക്കെ മേടിച്ച് അവർ ഭയങ്കര സന്തോഷമായിരിക്കും. ഇവിടെ നമ്മളോ? ഇതിനെപ്പറ്റിയൊക്കെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, എല്ലാം എഴുതിയിട്ടുണ്ട്. നീ തന്നെ വായിച്ച് നോക്കിക്കരുത്. യേശുപ്പച്ച വളരെ ചിന്തനീയമായ ഒരു സ്കിറ്റ്. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. പ്രിയരെ, ദൈവം നമുക്ക് തരുന്ന സാഹചര്യങ്ങളും സൗകര്യങ്ങളും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ ഇടയാക്കരുത്. അതുനിമിത്തം ദൈവം ദുഃഖിപ്പാനിടയാകരുത്. നാം പ്രത്യാശ വയ്ക്കുന്നത് പോലെ കർത്താവ് വരുമ്പോൾ നാം പോകുകയും നമ്മുടെ തലമുറകൾ കൈവിടപ്പെട്ടു പോകുകയോ തലമുറകൾ എടുക്കപ്പെട്ട് മാതാപിതാക്കൾ കൈവിടപ്പെടുകയോ ചെയ്താൽ അയ്യോ ദുഃഖകരം. ക്ഷാമവും ഭൂകമ്പവും അവിടെവിടെ ഉണ്ടാകുന്നു. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കുന്നു. മനുഷ്യർ സ്വസ്നേഹികളും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഒക്കെയാകും എന്ന മുന്നറിയിപ്പ് ഒക്കെയും നിവൃത്തിയായിരിക്കുന്നു. ലോക നേതാക്കൾക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാതെ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. അതെ, നമ്മുടെ അരുമനാഥൻ വരാറായി. വിശ്വാസം, പ്രത്യാശ, സ്നേഹം നിലനിൽക്കുന്ന ഒരു സന്തുഷ്ട കുടുംബജീവിതം നയിച്ച് കർത്താവിൽ പ്രത്യാശയുള്ളവരായി ജീവിക്കാൻ ദൈവം നമ്മെ ഇതുമൂലം സഹായിക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ
പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നത് ഒരു ചെറിയ ഭവനത്തിലേക്കാണ്. ഫിലമോൻ്റെ ഭവനം. ആ ഭവനത്തിൽ ഫിലമോൻ്റെ ഭാര്യ, മകൻ, മകൾ, പിന്നെ തൻ്റെ ദാസനായ ഒനസിമോസ്. നമുക്ക് ഫിലമോൻ്റെ ഭവനത്തിലേക്കൊന്ന് കടന്നു ചെന്നാലോ? എന്തുവാ ചെയ്യുന്നേ? ബൈബിൾ വായിക്കുവാണോ? ഇന്ന് ഹൗസ് അറസ്റ്റ് ഉള്ളതല്ലേ? നേരത്തെ പോയില്ലെങ്കിൽ പാസ് ചീത്ത പറയത്തില്ലേ? ഞാൻ ഈ 4-ാമത്തെ അധ്യായം കൂടെ ഒന്ന് വായിച്ചു തീർക്കട്ടെ. നെഹമ്യാവ് നമ്മുടെ ഭവനം പണിയാൻ. അതൊക്കെ പിന്നെ വായിക്കാന്നേ. അതൊക്കെ ഇപ്പൊ വായിച്ചിട്ട് എന്തിനാ? നമുക്ക് ആദ്യം ഹൗസ് അറസ്റ്റിന് പോവാം, അല്ലെങ്കിൽ പാസ്റ്ററിന് വഴക്ക് പറയും. എന്നാ വാ, നമുക്ക് പോവാം. ഞാനൊരു കാര്യം പറയാൻ വിട്ടു. നമ്മുടെ ഒനേസിമോസ്, അവനോട് പറയണം, നമ്മുടെ വീട് നിൽക്കണോ ഫുൾ മാറാലയാ, അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറയണം. പിന്നെ പ്രത്യേകിച്ച് നാളെ പോൾ പാസ്റ്റർ വരുന്നുണ്ട്. പോൾ പാസ്റ്ററിന് വേണ്ടിയിട്ട് ഇറച്ചി വാങ്ങണം, മീൻ വാങ്ങണം, പച്ചക്കറിയൊക്കെ വാങ്ങി വെക്കണം. അതൊക്കെ ഉണ്ട്, പച്ചക്കറിയൊക്കെ വാങ്ങി വെക്കണം. അതും കൂടെ ഒന്ന് പറഞ്ഞേക്ക്. അത് ശരിയാ, നമുക്ക് സംസാരിക്കണം അവനോട്. അവനെ വിളിച്ചേ. ഒനീസു, ഓ, പാട്ട് കേട്ടോണ്ടാ വരവ്. എന്താ? നീ ഏതു നേരവും പാട്ട് കേട്ടോണ്ട് തന്നെയാണ് ഇരിക്കണേ? നീ വീട്ടിലെ വേലക്കാരൻ തന്നെയാണോ? വേലക്കാരെന്ന് ചോദിച്ചാൽ വേലയൊക്കെ ചെയ്യുന്ന ഒരാൾ. ആ, പറഞ്ഞോ. വളരെ നല്ല കാര്യം. ആ, നീ അങ്ങോട്ട് നോക്കി, മോളോട്ട് നോക്കി. ആ, നമ്മുടെ മൊത്തം മാറാമ്പലാണ്. നല്ല രസമുണ്ടല്ലേ, നല്ല ഡിസൈനിൽ വെച്ചിട്ടുണ്ട്. നീ ഇത് നോക്ക്, ഇത് മുഴുവൻ പൊടിയാ. ആ, പൊടിയാ. ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്ക് ഇത് മൊത്തം തുടയ്ക്കണം. ഇത് മൊത്തം ഞാൻ ഒറ്റയ്ക്ക്? പച്ചക്കറിയുടെ കാര്യം. ആ, ഇന്ന് വൈകിട്ട് പാസ്റ്റർ വരുന്നു പറഞ്ഞു. ഏത് പാസ്റ്ററാ? പോൾ പാസ്റ്റർ. പോൾ. ആ, അയാള് മറ്റേ അത് നീ ഒരു കാര്യമാക്കണ്ട. ഓക്കെ, അത് കാര്യമാക്കണ്ട. അദ്ദേഹം വരുന്നുണ്ട് നാളെയൊക്കെ. അപ്പോ നമുക്ക് ഇവിടെ ഫ്രിഡ്ജിലേക്കോ സാധനങ്ങൾ മേടിച്ചു വെക്കാം. ആ, അത് വാങ്ങിക്കുന്നത് ഞാൻ കഴിക്കുന്നുണ്ട്. പച്ചക്കറിയൊക്കെ മേടിച്ചു വെക്കണം, മറക്കരുത്. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വരാം. ആ, പോയി കേട്ടോ, ഞാൻ ചെയ്തു വെച്ചോളാം. ആ, എല്ലാം ചെയ്തേക്കാം. ബൈ. മറക്കണ്ട, ചെയ്തു വെക്കണം. എല്ലാം ചെയ്യൂല. ഇതിപ്പോൾ മൊത്തപ്പണി ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണമല്ലോ. കഴിഞ്ഞ ആഴ്ചത്തെ പാത്രം കഴുകാനുണ്ട്, അതിന് മുമ്പത്തെ ആഴ്ചത്തെ തുണി കഴുകാനുണ്ട്. ഇതിപ്പോൾ ഇന്ന് തന്നെ ഇതെങ്ങനെ തീർക്കും? ഒരു കാര്യം ചെയ്യാം, അടുത്ത ആഴ്ച ചെയ്യാം. മീറ്റിങ്ങിന് ശേഷം അവർ മടങ്ങി വരുന്നു. എന്റെ ചായ എല്ലാം കേട്ടായിരുന്നോ? എന്തൊക്കെയാ പറഞ്ഞേ? കുടുംബം പണിയണം അല്ലേ? കുടുംബം പണിയണം. നമുക്ക് ഇന്ന് രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം. ഇന്ന് നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് മുന്നേ ഞാൻ വായിച്ച കാര്യങ്ങളാണ് പാസ്റ്റർ പറഞ്ഞത്. നമ്മുടെ ഭവനം പണിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? 4-ാമത്തെ അധ്യായം കൂടെ ഞാൻ വായിച്ചിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയേനെ കുറച്ചും കൂടെ. ഒനേസിനെ വിളിച്ച് നമ്മുടെ വീട് ഒന്നുകൂടെ വൃത്തിയാക്കിയിട്ടില്ല. കാണിച്ചു വെച്ചേക്കുന്നേ, അടിച്ചിട്ടുമില്ല, തൂത്തിട്ടുമില്ല. ഒരു മിനിറ്റ്, ഞാനൊന്ന് ഫ്രിഡ്ജ് തുറന്നു നോക്കട്ടെ. എന്റെ ദൈവമേ, അവൻ പച്ചക്കറിയും ഇറച്ചിയും ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഒനേസിമോസേ, എന്താ നീ ഇതെന്തുവാ കാണിച്ചു വെച്ചേക്കുന്നേ? അത് ചെലന്തി കൂടുന്ന ഒരു ഇമ്പമാണ്. അപ്പൊ അത് കളഞ്ഞു കഴിഞ്ഞാൽ ചെലന്തിയുടെ ഇമ്പം പോകും. നീ കൂടുതൽ ഇമ്പം ഉണ്ടാക്കണ്ട കൊച്ചമ്മേ. നീ അങ്ങനെ പറയില്ലടാ. ഇന്ന് വൈകിട്ട് പാസ്റ്റർ വരുന്നു പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇന്ന് വൈകിട്ട് പാസ്റ്റർ വരുന്നു പറഞ്ഞില്ലായിരുന്നോ? ആ,
പറഞ്ഞു. അത് നമുക്ക് ഇവിടെ എല്ലാം ക്ലീൻ ആക്കി ഇടണമായിരുന്നു. ഇവിടെ മൊത്തം തുടക്കണമായിരുന്നു. ഈ തുടയ്ക്കാൻ പാസ്റ്റർ വരുമ്പോ നമുക്ക് തുടച്ചാ പോരെ? നീ ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ആഴ്ച നിന്നോട് കാർ കഴുകുന്ന പറഞ്ഞ കാര്യം? അവസാനം ഞാൻ തന്നെ കഴുകേണ്ട വന്നു. ഇതും ഞാൻ സാറിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. മമ്മി സ്റ്റിക്കേഴ്സ് എടുത്തു. ഞാൻ സ്റ്റിക്കേഴ്സ് ഒന്നും എടുത്തില്ല. എടാ ചെറുക്കം വെറുതെ കള്ളം പറയില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച എന്തോ ഡയറി മിൽക്ക് അങ്ങനെ എന്തോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല എന്റെ റീബാൻഡ് ഗ്ലാസും കാണാനില്ല ഇപ്പോ. നിന്റെ റീമാൻഡ് ക്ലാസ് ഞാൻ എടുത്തിട്ടില്ല. നിനക്ക് എന്തോ ഒരു സാധനങ്ങളാ ഇവിടെ ഉള്ളത്. നീ എന്റെ കൊച്ചുങ്ങളുടെ സാധനം കൂടെ എടുക്കണം എന്തിനാ? കൊച്ചുങ്ങളുടെ സാധനം അത് വെറുതെ ഫ്രിഡ്ജിൽ ഇരിക്കണ ഡയറി മിൽക്ക് ഒക്കെ. അത് ആരെങ്കിലും തിന്നണ്ടേ? നിനക്കൊരു കാര്യം അറിയോ? നിനക്ക് എണ്ണി മാസം ആഴ്ചയിൽ നിനക്ക് എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ചു തരുന്നുണ്ടല്ലോ. പോരാത്തിന് എന്റെ ഇച്ചായന്റെ പോക്കറ്റിലുള്ള പൈസ വരെ ഞാൻ കട്ട് തരുന്നുണ്ട്. പിന്നെ കൊച്ചമ്മ എടുക്കണേന്ന് ഞാൻ കമ്മീഷൻ അടിക്കണാണ്. അതൊക്കെ പിന്നെ ചെയ്യാം. പിന്നെ ഇപ്പൊ നീ പറ, നീ ഇത് ചെയ്യോ? ഇത് നോക്കട്ടെ. ഇവന്റെ സാലറി അങ്ങ് കട്ട് ചെയ്തേക്ക് വെച്ചേ. അതെ ഞാൻ ഈ മാസത്തെ സാലറി ഞാൻ കട്ട് ചെയ്യണം. സാറേ കട്ട് ചെയ്യല്ല സാറേ, എടുക്കാൻ പറ്റില്ല. നീ എന്നിട്ട് പഠിച്ചില്ലേ? പിന്നെ പൈസ എടുക്കണോ? എപ്പോ പൈസ എടുത്ത്? നീ ഇപ്പൊ എടുത്തില്ലേടാ? ഇല്ല. കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ. അതെ നീ ഇനിയൊരു പണി ചെയ്യണം. ഞാൻ പണി ചെയ്യും. ഞാൻ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഒരു ഗുഡ് ന്യൂസ് ആണ്. പറഞ്ഞോ. ഞങ്ങൾ ഇന്ന് ഈ അടുത്ത 2-4 ദിവസത്തേക്ക് നമ്മൾ കുട്ടിക്കാനത്ത് ഒരു ക്യാമ്പിന് പോകുന്നുണ്ട്. അയ്യോ എന്റെ സെറ്റർ ഒന്നും ഇല്ല. ഞാൻ നിന്നെ ആരും കൊണ്ടുപോകുന്നില്ല. അതെ നിന്നെ കൊണ്ടുപോകുന്നില്ല. അത് വേറൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളിവിടെ 4 ദിവസം എല്ലാവരും കൂടെ ഞങ്ങൾ 4 പേരും കൂടെ പോകും. അപ്പോൾ ഇവിടെ ഉള്ള എല്ലാ വിലപിടിപ്പുള്ള സാധനങ്ങളും ഞങ്ങൾ നിന്റെ കയ്യിൽ തരികയാണ്. ഇവിടുത്തെ ലോക്കറി സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതിൻ്റെ താക്കോലൊക്കെ അവിടെ തന്നെയുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഇല്ലാത്തതെന്ന് വിചാരിച്ച് നീ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നോക്കിക്കോണം. നന്നായിട്ട് ഞാൻ പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ തീറ്റ കൊടുത്തേക്കണം. അപ്പൊ ഞങ്ങള് പോയിട്ട് കേട്ടോ. പരിപാടി ഒപ്പിക്കരുത്. ഞാനോ? അല്ലെങ്കിൽ നിന്റെ സാലറി മുഴുവൻ കട്ട് ചെയ്യും ഞാൻ. അല്ലെങ്കിൽ തന്നെ തരാറില്ലല്ലോ. ശരി വാ, ഇവന് തർക്കത്തിന് മാത്രം എപ്പോഴും പറയാനുള്ളൂ. അപ്പോ നിന്നെ ഏൽപ്പിക്കുകയാണ്. അപ്പോ ഞങ്ങൾ പോയിട്ട് വരാം. 4 ദിവസം കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ വരല്ലേ? ബൈ. പട്ടിയെ പോലെയല്ല, പണിയും ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ഇവർക്ക് പണി കൊടുക്കണം. ഇപ്പോൾ എന്തെങ്കിലും തക്കം കിട്ടി എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ രക്ഷപ്പെടാൻ. പോകുന്നതിന് മുമ്പ് ആ കൊച്ചമ്മയ്ക്ക് ഒരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചാൽ എന്തായാലും ഫാമിലി ക്യാമ്പിനല്ലേ പോകുന്നത്. തിന്നാൻ വേണ്ടി ജീവിക്കുന്നവർക്ക് ബാബു പാസ്റ്റർ തന്നെ ഒരു പണി കൊടുക്കുന്നുണ്ട്. അതിൽ പിടിച്ചോളും. ആദ്യം ഇവിടെ വല്ലതും എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഫിലമോനും കുടുംബവും ക്യാമ്പിന് പോയ സമയത്ത് എന്തോ കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ലാപ്ടോപ്പ് ആണെന്ന് തോന്നുന്നു. എടുത്തു വിടാം. ഹലോ. സാർ. സാർ ഇന്ന് കള്ളന്മാരെയൊക്കെ പിടിച്ചിരിക്കും സാർ. സാർ ശരി സാർ. ഓക്കെ. രാത്രി ഞാൻ എവിടെ നടക്കാൻ വെറുതെ ഇറങ്ങിയതാ. വെറുതെ നടക്കുന്നു? ഇങ്ങനെയാണ് നീ വെറുതെ നടക്കുന്നത്? എന്താ സാറേ ഇവനെ പിടിച്ച? എന്താ സാറേ ഇവന്റെ മുഖം നോക്കിയേ. എന്തോ ഒരു കള്ള ലക്ഷണം അല്ലേ? ഒരു കള്ള ലക്ഷണം എന്റെ മൊത്തം നോക്കിയേ. എന്തോ ഒരു കള്ള ലക്ഷണം ഉണ്ട്. ഒളിപ്പിക്കാനൊന്നുമില്ല. ഞാൻ നോക്കാം. എന്താ സാറേ അതിനകത്ത്? എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാ. വഴിയിൽ നിന്ന് കിട്ടിയ ബാഗ് ക്യാഷാണല്ലോ. നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് കാണാം. കുറ്റകൃത്യത്തിൽ പിടിക്കപ്പെട്ട ഒനേസിമോസ് പൗലോസ് കിടക്കുന്ന കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. സ്തോത്രം സ്തോത്രം സ്തോത്രം.
ഒന്നും വേണ്ടായിരുന്നു. ഉദേ മോനെ. ആ പറഞ്ഞു. പേരെന്താ മോനെ? എവിടെന്നാ? ഒന്നുമില്ല ഒന്നുമില്ല. പറ കേക്കട്ടെ. നീ ഇവിടെ എങ്ങനെ എത്തിച്ചേർന്ന് എങ്ങനെ? ഞാൻ പണിക്ക് നിന്നിരുന്ന ഒരു വീട്ടിൽ നിന്ന് ഞാനൊരു വലിയ തെറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ചെയ്യണ്ടായിരുന്നു. വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ അറിയാതെ ചെയ്തു പോയതാ. നീ തെറ്റ് ചെയ്ത് ശരിയാണ്, ചെയ്തുകൂടാണ്. പക്ഷെ നിനക്ക് മാനസാന്തരപ്പെടാനുള്ള മനസ്സുണ്ടല്ലോ, അത് തന്നെ ധാരാളം. ഞാൻ ഒരു കാര്യം പറയാം. നിനക്ക് യേശു എന്ന ഒരാളെ കുറിച്ച് അറിയാവോ? അറിയാം. എന്താണ് അറിയാമെന്ന്? അവര് വീട്ടിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തൊക്കെയോ. അതിനുശേഷം ഒനേസിമോസ് കാരാഗ്രഹത്തിൽ പൗലോസിന് സഹായിയായി തീർന്നു. ദൈവവേലയിലും അതിതൽപരനായി തീർന്നു. മകനെ ഒനേസിമോസേ, നീ യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നുണ്ടോ? സ്വീകരിക്കുന്നുണ്ട്. വളരെ നല്ലത്. നീ ഒരു ദൈവവേലയായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിനക്ക് വേണ്ടി ഫിലിമോനൊരു കത്ത് എഴുതുന്നതായിരിക്കും. കുറച്ച് നാളുകൾക്ക് ശേഷം ഒനേസിമോസിനെ തടവറയിൽ നിന്ന് മോചിപ്പിച്ചു. അപ്പോൾ പൗലോസ് ഫിലമോനു വേണ്ടി കത്ത് ഒനേസിമോസിന് അയച്ചു കൊടുത്തു. പൗലോസ് കൊടുത്തയച്ച കത്തുമായി ഒനേസിമോസ് ഫിലമോന്റെ വീട്ടിൽ മടങ്ങി വരുന്നു. സാറേ. എന്താ കുറെ നാളായിട്ട് കണ്ടിട്ട്? ഞാനൊരു മാപ്പ് പറയാൻ വന്നതാണ്. ഇത് പൗലോസ് പാസ്റ്റർ വന്നതാ. ഓക്കെ. ക്രിസ്തുയേശുവിന്റെ ബദ്ധനായ പൗലോസും ഞങ്ങളുടെ പ്രിയനും കൂട്ടുവേലക്കാരനുമായ ഫിലമോൻ എന്ന നിനക്കും സഹോദരിയായ അപ്പിയയ്ക്കും ഞങ്ങളുടെ സഹഭടനായ അർക്കിപ്പോസിനും നിന്റെ വീട്ടിലെ സഭയ്ക്കും എഴുതുന്നത്. ക്രിസ്തുവിൽ എനിക്ക് വളരെ ധൈര്യമുണ്ടെങ്കിലും പൗലോസ് എന്ന വയസ്സനും ഇപ്പോൾ ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനുമായിരിക്കുന്ന ഈ ഞാൻ സ്നേഹം നിമിത്തം അപേക്ഷിക്കത്രേ ചെയ്യുന്നത്. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ചെൻ്റെ മകനായ ഒനേസിമോസിനു വേണ്ടി ആകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. ആകയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നുവെങ്കിൽ അവനെ എന്നെ പോലെ തന്നെ ചേർത്തുകൊള്ളുക. അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടം പെട്ടിട്ടോ ഉണ്ടെങ്കിൽ അത് എൻ്റെ പേരിൽ കണക്കാക്കിക്കൊള്ളുക. പൗലോസ് എന്ന ഞാൻ സ്വന്തം കൈയാൽ എഴുതിയിരിക്കുന്നു, ഞാൻ തന്നു തീർക്കാം. നീ നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടംപെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയണമെന്നില്ലല്ലോ. അതേ സഹോദര, നിന്നെ കൊണ്ട് എനിക്കും കർത്താവിൽ ഒരു അനുഭവം വേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ എൻ്റെ ഹൃദയം തണുപ്പിക്കാം. മകനെ ഒനേസിമോസേ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെ അവർ കർത്താവിൽ സ്നേഹിക്കുകയും കർത്താവിൽ കൂട്ടുവേലക്കാരായി ദൈവരാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്തു. Here we go.
मेरा यीशु है भला, वो ही है मेरा आसरा। मेरी आंख का हर आंसू जब गिरता, मेरी आंख का हर आंसू जब गिरता, वो पोंछे मेरे आंसू और प्यासे गले लगाता, वो पोंछे मेरे आंसू और प्यासे गले लगाता। सदा अब मुस्कुरा ओ मेरा यीशु, ओ मेरा यीशु, ओ मेरा यीशु, ओ मेरा यीशु। दुम दनाना दुम दनाना दुम दनाना, दुम दनाना दुम दनाना दुम दनाना, दुम दनाना दुम दनाना दुम दनाना। ओ मेरा यीशु, 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 ओ मेरा यीशु। ദൈവം ഭൂമിയിൽ ദൈവം സ്ഥാപിച്ച ഏറ്റവും അനുഗ്രഹീതമായൊരു സ്ഥാപനമാണ് കുടുംബം എന്നുള്ളത്. ഒരു കുടുംബത്തിനകത്ത് നടക്കുന്ന സംഭവവികാസങ്ങളാണ് ഞങ്ങൾ ഈ സ്കിറ്റിനകത്തൂടെ അവതരിപ്പിക്കുന്നത്. നീണ്ട വർഷങ്ങൾ മണലാരണത്തിൽ കിടന്ന് അധ്വാനിച്ച ഒരു ചെറുപ്പക്കാരൻ ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ തൻ്റെ പ്രിയതമനെ കാത്തിരിക്കുന്ന ഭാര്യയെയും താൻ ജനിപ്പിച്ച് വളർത്തിയ മകനെയും തൻ്റെ പിതാവിനെ നോക്കിയിരിക്കുന്ന മക്കളെയും ഉൾക്കൊള്ളുന്ന മനോഹരമായൊരു സ്കിറ്റാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. പ്രാർത്ഥനാപൂർവ്വം ഞങ്ങളിവിടെ സമർപ്പിക്കുന്നു. ദയവായി ശ്രദ്ധിച്ചാലും. അച്ചായ വിളിക്കുന്നുണ്ട് കേട്ടോ. ഹലോ ഹലോ ഹലോ, അച്ചായ എയർപോർട്ടിൽ എത്തിയോ? എത്തിയല്ലേ? മത്തയിച്ചിനെ വിട്ടിട്ടുണ്ടല്ലോ, ഞാൻ കണ്ടില്ലായോ? ശരി ശരി, വേഗം വരണേ. ശരി എന്നാ. സൂസമ്മോ, എന്തോ അമ്മേ? എന്റെ കൊച്ചൻ വരാറായോ? എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. വട്ടിട്ടുണ്ട് ഞാൻ. മത്തയിച്ചിന് ഇപ്പൊ അവിടെ എത്തുമോ? നീ കൊച്ചുങ്ങളൊക്കെ വിളിച്ചേ. മക്കളെ മക്കളെ എന്താ അമ്മേ? ഇങ്ങോട്ട് വന്ന് വേഗം വാ. പറ അമ്മേ. നീ പപ്പ ഇവിടെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടെന്ന്. പപ്പ ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവരൂ. പിന്നെ കൊണ്ടുവരാതെ, നീ പപ്പയുടെ മൂത്ത മോനല്ലയോ? ഞാൻ പറഞ്ഞ വാച്ച് കൊണ്ടുവരൂ. കൊണ്ടുവരാതെ, നീ പപ്പയുടെ ഇഷ്ടപ്പെട്ട മോനല്ലയോ? അതുകൊണ്ട് എന്റെ മക്കള് വേഗം ചെന്ന് റെഡിയാവും കേട്ടോ. സൂസമ്മോ, എന്തോ അമ്മേ? നീ പെട്ടെന്ന് എന്റെ കൊച്ചിന് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി എന്റെ പൊന്നമ്മേ, ഒന്നും പറയണ്ട. ഇന്നലെ വിളിച്ചപ്പോ പറയുക, ഞാൻ ഇന്നലെ അവിടുത്തെ KFC-യും ചിക്കനും ബർഗറും ഒക്കെ തിന്ന് മടുത്തിരിക്കുക. എന്നോട് പറയാ, നീ ഒരു കാര്യം ചെയ്യും, ബീഫ് ഇച്ചിരി ഒലത്തി മീൻകറിയൊക്കെ വെച്ച് അവയിലൊക്കെ ഉണ്ടാക്കി വെക്കാം. ഞാൻ എന്നാ ഉണ്ടാക്കുവോ എന്റെ കർത്താവേ? എന്നാ നീ പോയി ഉണ്ടാക്കിക്കേ വേഗം. ശരി ശരി. ഓ, ഇത്രയും നേരം എന്റെ കൊച്ചിനെ ഇതുവരെയും കാണുന്നില്ലല്ലോ. ഇത് എവിടെ പോയെന്ന്? ആ ചാക്കോച്ചനെ ഒന്ന് പെട്ടെന്ന് വണ്ടി ഓടിക്കാൻ പറഞ്ഞ അവൻ വണ്ടി ഓടിക്കത്തൂല്ല. അവൻ എന്നതാണോ? അമ്മേ, മോനെ, എന്റെ അമ്മേ, എത്ര നാളായിടാ നിന്നെ കണ്ടിട്ട്? എത്ര നാളായി അമ്മയെ കണ്ടിട്ട്? എന്റെ കൊച്ചിനെ ഒത്തിരി ക്ഷീണിച്ചു പോയല്ലോടാ. നീ അവിടെ താമസിക്കുന്നേ? മരുഭൂമിയിലുള്ള കഷ്ടപ്പാടല്ലേ അമ്മേ, അങ്ങ് ക്ഷീണിച്ച്. സൂസമ്മ എന്തേ? സൂസമ്മോ, സൂസമ്മേ, എത്ര നാളായെന്നറിയുമ്പോ സൂസമ്മേ നിന്നെ കാണാൻ. അതല്ലേ കർത്താവ് പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അതുകൊണ്ട് പിള്ളേരെന്തേടി സൂസമ്മേ? പപ്പ അങ്ങ് തടിച്ചു കൊടുത്തല്ലേ. എന്തുവാ മക്കളെ, മരുഭൂമിയിലുള്ള ഒട്ടക പന്തിയൊക്കെ കഴിച്ചല്ലേ ഇത്? അപ്പൊ ഞാൻ പറഞ്ഞ iPhone 14 Pro Max എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഐഫോണും ആപ്പിളും ഓറഞ്ചും ഗ്രേപ്പും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എടി സൂസമ്മേ, ആ പെട്ടി എടുത്ത് പിള്ളേർക്ക് വേണ്ടിയുള്ള സാധനം ഒന്ന് കൊടുത്തേ. ഇല്ല, പപ്പയും കൂടെ വാ. പിള്ളേരുടെ സന്തോഷമല്ലേ. ഓ, എനിക്ക് ഇരിക്കാൻ പോലും അവിടെ സമ്മതിക്കുകയല്ല എന്നെ. ഇരുത്തി വെക്കാതെ മക്കളെ, നീ ചോദിച്ച iPhone 14 Pro Max എത്ര ദിവസം ഞാൻ കഴിക്കേണ്ട ആപ്പിൾ എന്ന് അറിയാവോ? അതിന്റെ പൈസ ഒക്കെ ശേഖരിച്ച നിനക്ക് ആപ്പിളിന്റെ ഫോൺ തന്നെ വാങ്ങിച്ചു തന്നേക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മോന് പപ്പ ഇഷ്ടമാണോ?
എനിക്ക് പപ്പേനെ 100-ൽ 100 ഇഷ്ടമാണ്. എനിക്കിപ്പോ ഈ ഹാർട്ട് തുറന്ന് കാണിക്കാൻ പറ്റി കാണിച്ചു തന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. കണ്ടോടി സൂസമ്മേ, കൊച്ചിന്റെ സ്നേഹം കണ്ടോ? നീ എന്തുവാ മോനെ പറഞ്ഞേ? മോൻ പറഞ്ഞ വാച്ച്. അയ്യോ അതല്ല എന്റെ മോന് അതല്ല കൊണ്ടുവന്ന്. എന്റെ മോന് പപ്പ ആപ്പിളിന്റെ വാച്ചാ കൊണ്ടുവന്നേക്കുന്നേ. സന്തോഷായോ? മോന് പപ്പ ഇഷ്ടമാണോ? ഓ എനിക്കിത് കേട്ടാ മതി. കണ്ടോ സൂസമ്മേ, അമ്മ ഇന്നാ അമ്മയ്ക്ക് ഒരു സാരി. മോനെ എനിക്ക് എന്തോരം സാരി അവിടെ ഇരിക്കുന്നേ. ഓ അതൊക്കെ എന്റെ തീർക്കാനാടാ. അതൊക്കെ എന്റെ സന്തോഷത്തിനല്ല അമ്മേ. നിനക്ക് അങ്ങനെ ഒന്നും കൊണ്ടുവരാതിരിക്കോ? നിനക്ക് കിച്ചണിൽ ഇരുന്ന് ഡ്യൂട്ടിയൊക്കെ ചെയ്യുമ്പോ നിനക്ക് വച്ച് കേക്ക് ആപ്പിളിന്റെ എയർപോർട്ടാ വാങ്ങിച്ചിട്ട് വന്നിട്ട്. അതെ 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 എല്ലാവർക്കും ആപ്പിളൊക്കെ മേടിച്ചോണ്ട് വന്നേ, എനിക്ക് മാത്രം ഒരു സാരി. അമ്മച്ചിക്ക് ഞാൻ ബേക്കറിയിൽ നിന്ന് 1 കിലോ ആപ്പിളങ്ങ് വാങ്ങിച്ചില്ല. അമ്മച്ചി ഈ മുട്ടായി നമ്മുടെ നെയ്ബേഴ്സിനൊക്കെ ഒന്ന് കൊടുത്തേക്ക്. ഞാൻ ഒന്ന് പോയി ഫ്രഷ് അയച്ചു തരാം. എന്റെ മോൻ കൊണ്ടുവന്നതാ ഗൾഫിൽ നിന്ന് കേട്ടോ. എന്നാ കഴിച്ചോ എല്ലാവർക്കും. എടി സൂസമ്മോ, എടിയേ എടി ഈ ബാക്കി മിഠായൊക്കെ നീ എടുത്ത് വെച്ചേ. ആർക്കെങ്കിലും ഗൾഫിൽ നിന്ന് വന്നാല്ലയോ, അപ്പൊ ആരെങ്കിലും വരും അവർക്കൊക്കെ എടുത്ത് കൊടുക്കാം. നീ എടുത്ത് വെച്ചേത്. ഓരോ ദിവസത്തെ പത്രത്തിൽ എന്തൊക്കെ വാർത്തകളാ. ഡിവേഴ്സ് അതൊക്കെ. നാട്ടിൽ വന്ന് 2 ആഴ്ച പോയി പോക്ക് അറിഞ്ഞില്ല. എടി സൂസമ്മേ, ചായ ചായ. ഓ നാട്ടിൽ വന്ന് 2 ആഴ്ച പോയി പോക്ക് അറിഞ്ഞില്ല അല്ലേ സൂസമ്മേ? അമ്മ എന്തി? മക്കളെന്തി? എടി സൂസമ്മ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് എന്നെ ശരിക്കും ഇഷ്ടമാണോ? എനിക്ക് അറിയാൻ സൂസമ്മ, എന്നാലും ഞാൻ ഒന്ന് പറയുക, നിനക്ക് എന്നെ ശരിക്കും ഇഷ്ടമാണോ? ഒന്നും കൂടെ ചോദിച്ചത് കുഴപ്പമൊന്നും ഇല്ലല്ലോ. അച്ഛന്റെ ജീവന്റെ പാതിയല്ലേ ഞാൻ, എന്നിട്ട് എന്താ അച്ഛൻ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? എന്റെ ദൈവമേ, എനിക്ക് ഇത് കേട്ടാ മതി. സ്നേഹിക്കാൻ ഒരു ഭാര്യയെ, കരുതാൻ ഒരു അമ്മ, എല്ലാത്തിനും കൂടെ നിൽക്കുന്ന എന്റെ മക്കൾ. ഓ ഇതിൽ പരം ഭാഗ്യം എന്തുണ്ട്? നമ്മുടെ ഫാമിലി എന്ത് നല്ല ബ്യൂട്ടിഫുൾ ഫാമിലി അല്ലേ? സത്യം, എന്ത് സന്തോഷമാണെന്നറിയാവോ? ഓ നീ ഉണ്ടാക്കുന്ന ചായ, ഓ അവിടെ നെസ്കോഫി പോയപ്പോഴും കിട്ടത്തില്ല ഇത്രയും ടേസ്റ്റ്. എടി സൂസമ്മേ, എടി നെഞ്ചു വേദന എടുക്കുവാടി. നീ നമ്മുടെ കുടുംബ ഡോക്ടറെ ഒന്ന് വിളിച്ചേ. എടി സൂസമ്മേ, അയ്യോ എടി സൂസമ്മേ. അയ്യോ പപ്പ എന്നാ പറ്റി പപ്പ? എണീക്കോ പപ്പ, എണീക്കോ പപ്പ. ഹലോ ഡോക്ടറെ, ഇവിടെ പപ്പയ്ക്ക് ഒട്ടും സീരിയസ് ആവുന്നു, അത്യാവശ്യമായിട്ട് വരാവോ? ഓക്കെ ഡോക്ടർ. അയ്യോ പപ്പ എണീക്കോ പപ്പ, പപ്പ പപ്പ എണീക്കോ പപ്പ, പപ്പ എണീക്കോ പപ്പ. ഡോക്ടറെ നോക്ക്, ഡോക്ടറെ പപ്പയ്ക്ക് എന്നാ പറ്റിയത് നോക്ക് ഡോക്ടറെ. എന്തോ പറ്റിയതാ? എന്റെ ഡോക്ടറെ, ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കുവായിരുന്നു, നെഞ്ചുവേദന വന്ന് വേഗം വീണു. ഡോക്ടർ ഒന്ന് വേഗം നോക്കാമോ? എന്റെ ഡോക്ടറെ ഒന്ന് നോക്ക് ഡോക്ടറെ. നിങ്ങൾ സമാധാനപ്പെടും, ഞാൻ നോക്കി. എന്റെ കൊച്ചിന് എന്നാ പറ്റിയോ? അയ്യോ ഓ മൈ ഗോഡ്, എന്തോ പറയാനാ. അദ്ദേഹം ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നിങ്ങളുടെ പപ്പായെ രക്ഷിക്കാൻ ഇനി ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഞാൻ അമേരിക്കയിൽ നിന്ന് നല്ലൊരു ഇഞ്ചക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഇഞ്ചക്ഷൻ നിങ്ങൾ ആരെങ്കിലും ശരീരത്തിൽ വെക്കണം. ഞാൻ കാണിച്ചു തരാം. എന്റെ മോനാ, എന്റെ മോനാ ഡോക്ടർ. ഈ ഇഞ്ചക്ഷൻ ഒന്ന് വെക്കണം. ഇഞ്ചക്ഷൻ വെക്കുന്ന ആള് അല്പം കഴിയുമ്പോൾ അല്പം ബ്ലഡ് എടുത്ത്
നിങ്ങളുടെ പപ്പയുടെ ശരീരത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ പപ്പ ജീവിക്കും, പക്ഷെ പകരം വെക്കുന്ന വ്യക്തി മരിക്കും. മോനെ, നീ നിന്റെ പപ്പയെ ഏറ്റവും അധികം സ്നേഹിച്ചതല്ലേ? എൻ്റെ പപ്പ എപ്പോഴും പറയും എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എൻ്റെ അമ്മയും എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. മോന് നിന്റെ പപ്പായ്ക്ക് വേണ്ടി ഒന്ന് മരിക്കാവോ? ഇഞ്ചക്ഷൻ ഒന്ന് വെക്കാവോ? അമേരിക്കയിൽ പോയി അടിച്ചു പൊടിക്കാനുള്ളത്, അതുകൊണ്ട് അദ്ദേഹത്തിന് ഇഞ്ചക്ഷൻ വെക്കാൻ തയ്യാറല്ല. അമ്മേ, നിങ്ങൾ കുറെ കാലം ജീവിച്ച് ഏകദേശം കൊതി തീർന്നതല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ മകന് വേണ്ടി ഒന്ന് മരിക്കാവോ? എന്റെ ഡോക്ടർ എന്താ പറയുന്നത്? എന്റെ 2 കൊച്ചുമക്കളുണ്ട്. അവർ രണ്ടുപേരും കല്യാണം കഴിച്ച് അവരുടെ കൊച്ചുങ്ങളെ എനിക്ക് താലോലിക്കണം. ഞാൻ എങ്ങനെയാ എന്റെ മോന് വേണ്ടിയിട്ട് മരിക്കുന്നേ? ഈ അമ്മച്ചിക്ക് ഇത്രയും കാലം ജീവിച്ചിട്ടും കൊതി തീർന്നില്ല. അവർക്ക് അവരുടെ മക്കളെയും അതിന്റെ കൊച്ചുമക്കളെയും കാണാനുള്ള ആഗ്രഹമാണ്. അവരും മരിക്കാൻ തയ്യാറല്ല. മോനെ, നിനക്ക് നിന്റെ പപ്പായ്ക്ക് വേണ്ടി മരിക്കാവോ? നിന്റെ പപ്പ നിനക്ക് വേണ്ടി എന്തുമാത്രം സ്നേഹം നൽകിയതാ, നിനക്കൊന്ന് മരിക്കാവോ? ഡോക്ടറെ, ഞാൻ ഇപ്പൊ ചെറുപ്രായം, എനിക്കിനി കല്യാണം കഴിച്ച് പിള്ളേരൊക്കെ ആയിട്ട് ജീവിക്കാനുള്ളത്. അദ്ദേഹത്തിന് കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കേണ്ടത് അദ്ദേഹത്തിന് കഴിയത്തില്ല. ഭാര്യയെ, നിങ്ങൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി മരിക്കാവോ? നിങ്ങൾ ഭർത്താവ് എപ്പോഴും പറയും എന്റെ ഭാര്യ എനിക്ക് വേണ്ടി മരിക്കും, ഞാനില്ലാതെ ഒരു നിമിഷം അവൾ ജീവിക്കത്തില്ല, അവൾ ചത്തുകളയുമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഭർത്താവിനോട് മരിക്കാവോ? ഡോക്ടറെ, പറഞ്ഞതൊക്കെ ശരിയാ. ഇത്രയും നാള് ഇച്ചാൻ അങ്ങ് ഗൾഫിലായിരുന്നു, ഇപ്പൊ വന്നതേ മരിച്ചു കിടക്കുന്നു. എനിക്ക് ഈ പിള്ളേരെ രണ്ടുപേരും നോക്കണം, എനിക്ക് വളർത്തണം, എനിക്ക് വേറെ കല്യാണം കഴിക്കണം. എനിക്ക് പറ്റുകയില്ല ഡോക്ടറെ. ഭർത്താവ് മരിച്ച ഉടനെ അവർക്ക് വേറെ കല്യാണം കഴിക്കണം. മനുഷ്യന്റെ സ്നേഹമല്ല ഇത്രയേ ഉള്ളൂ. അച്ഛാ, ഒന്ന് എഴുന്നേറ്റോ. നിങ്ങൾ ആരും വിഷമിക്കേണ്ട. നിങ്ങളുടെ പപ്പ എപ്പോഴും പറയും എന്റെ കുടുംബം എന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അവരുടെ സ്നേഹം എത്ര ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കണമെന്ന് പറയും. അത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളുടെ പപ്പയും ഞാനും കൂടെ ചേർന്ന് നടത്തിയ ഒരു നാടകം മാത്രമായത്. നിങ്ങളുടെ പപ്പയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല. പ്രിയമുള്ളവരെ, ലോകത്തിലുള്ള എല്ലാ സ്നേഹവും ഇങ്ങനെ തന്നെയാണ്. ഒരു ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവരിൽ നിന്ന് ഒരുപാട് നന്മ ഉണ്ടെന്ന് കരുതി സ്നേഹിക്കുന്നവരാണ് നമ്മൾ പലരും. ഒരു മനുഷ്യനും അദ്ദേഹത്തിന് വേണ്ടി മരിക്കുവാൻ തയ്യാറല്ല. ഇത്രമാത്രം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മരുഭൂമിയിൽ കിടന്ന് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നന്മകൾ കൊടുത്ത് സ്നേഹം കൊടുത്ത് വാത്സല്യം കാണിച്ച ഈ പിതാവിന് വേണ്ടി ഇവർ മരിക്കാൻ തയ്യാറല്ല. എന്നാൽ നാം ദോഷികളായിരുന്നപ്പോൾ, ദോഷം മാത്രം പ്രവർത്തിച്ചപ്പോൾ, അറിയാതെ ജീവിച്ചപ്പോൾ നമുക്ക് വേണ്ടി കാൽവരി കുരിശിലേക്ക് തന്റെ ജീവൻ വിലയായി ഊറ്റിത്തന്ന് നമ്മെ രക്ഷിച്ച് ഇത്രമാത്രം സ്നേഹിച്ച ആ കർത്താവിന്റെ സ്നേഹം എത്ര വലിയത്. നമുക്ക് പുതിയൊരു ജീവിതമിനി ഞങ്ങൾ പണിയും ദൈവകൃപയാലേ. പുതിയൊരു ജീവിതമിനി ഞങ്ങൾ പണിയും ദൈവകൃപയാലേ. കർത്താവെന്നും വാഴുന്ന ഭവനമൊരുക്കിയിടും ഞങ്ങൾ, സ്വർഗമൊരുക്കിയിടും. സ്നേഹത്തിൽ പറഞ്ഞിടും, സ്നേഹത്തോടെ നൽകിടും, സ്നേഹത്തോടെ അല്ലാതെ പെരുമാറുകയില്ല. സ്നേഹത്തിൽ പറഞ്ഞിടും, സ്നേഹത്തോടെ നൽകിടും, സ്നേഹത്തോടെ അല്ലാതെ പെരുമാറുകയില്ല. പുതിയൊരു ജീവിതമിനി ഞങ്ങൾ പണിയും ദൈവകൃപയാലേ. പുതിയൊരു ജീവിതമിനി ഞങ്ങൾ പണിയും ദൈവകൃപയാലേ. കർത്താവെന്നും വാഴുന്ന ഭവനമൊരുക്കിയിടും ഞങ്ങൾ, സ്വർഗമൊരുക്കിയിടും. കർത്താവെന്നും വാഴുന്ന ഭവനമൊരുക്കിയിടും ഞങ്ങൾ, സ്വർഗമൊരുക്കിയിടും. പപ്പയുടെ പ്രൊഫൈൽ പിക്ചേഴ്സിൽ എത്ര ലൈക്കാണ് കിട്ടിയിരിക്കണേ? എടാ റോയ്മോനെ, അത് അവിടെ വെച്ചിട്ട് പോയി വല്ലത് പഠിക്കാൻ നോക്ക്. പരീക്ഷ എന്നാണെന്ന് അറിയാമോ? ഒരു മാസം കഴിഞ്ഞ് സ്കൂൾ ഫൈനൽ എക്സാമാ. ഇതുവരെ സെക്കൻഡ് റിവിഷൻ കംപ്ലീറ്റ് ആയില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ടോട്ടലിൽ 2 മാർക്ക് കുറഞ്ഞു പോയാൽ ഞാൻ എങ്ങനെയാ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുന്നത്? മമ്മി, ഇന്ന് സൺഡേ സ്കൂൾ എക്സാമാ. ഓ, ഞാൻ കരുതി സ്കൂളിലെ ആണെന്നും. സൺഡേ സ്കൂളെല്ലാം നിനക്ക് അറിയാമല്ലോ, അത് വെച്ചങ്ങ് എഴുതിയാൽ മതി. ഇപ്പോൾ പോയി സ്കൂളിലെ എക്സാം റിവിഷൻ ചെയ്യും. മമ്മി, റിവിഷൻ കഴിഞ്ഞു, ഇനി സൺഡേ സ്കൂൾ എക്സാമിന് പഠിപ്പിക്കേ. അതെ, മോൻ അങ്ങ് അറിയാവുന്നത് വെച്ച് എഴുതിയാൽ മതി.
ഇപ്പോഴാ പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയത്. മമ്മി ഇത്തിരി വിശ്രമിച്ച് TV ഒന്ന് കാണട്ടെ. സംശയമുള്ളത് ചോദിച്ചോ. കിഴക്കുന്ന് വന്ന വിദ്വാൻമാർ യേശുവിനെ കണ്ട് നമസ്കരിച്ച് കാഴ്ചകൾ അർപ്പിച്ചു. മമ്മി, ഈ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കാഴ്ച എന്ന് പറയുന്നതേ ഗിഫ്റ്റാ. അത് മോൻ്റെ അനിയത്തി ഉണ്ടായപ്പോൾ കാണാൻ വന്നവർ ഓരോ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നില്ലേ, അതിനാ. മോൻ ബാക്കി പഠിച്ചോ. യേശുവിനെ സ്നാനപ്പെടുത്തിയതാര്? യേശുവിനെ സ്നാനപ്പെടുത്തിയതാര്? അതാരാ മമ്മി? ഓ, അതാ പത്രോസ് ആണെന്ന് തോന്നുന്നു. യേശു ക്രിസ്തു ജനിച്ചത് എവിടെ? അതെവിടെയാപ്പാ? അത് ആ സിറിയയിലെങ്ങാനും ആണെന്ന് തോന്നുന്നു. നീ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കടാ. അയ്യോ, സൺഡേ സ്കൂൾ വണ്ടി വരാറായി. എക്സാം അല്ലേ? ഒന്ന് വേദപുസ്തകം വായിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പോ. ആ സങ്കീർത്തനം ഒന്ന് എടുത്ത് വായിക്ക്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ട. ബാക്കി വായിച്ചേ. ഇതിൻ്റെ ചാർജ് തീർന്നു പപ്പാ. ബാക്കി ഓർമ്മയില്ലേ? പപ്പ ഒന്ന് ഓർത്ത് പറ. അത് മോനെ, വണ്ടി വരാറായി. പ്രാർത്ഥിച്ചുകൊണ്ട് പോയിക്കോ, താമസിക്കണ്ട. എടി, സമയം എത്രയായി? സൺഡേ സ്കൂൾ കഴിഞ്ഞ് അവനിങ്ങ് വന്നില്ലാലോ. ഓ, വരാറാവുന്നതേ ഉള്ളൂ. ഡിങ് ഡോങ്. എത്തിയത് തോന്നുന്നു. മോൻ സൺഡേ സ്കൂൾ എക്സാമിലെല്ലാം എഴുതിയോ? എഴുതി മമ്മി. എന്തൊക്കെയായിരുന്നു ചോദിച്ചത്? യേശു ജനിച്ചത് ചോദിച്ചു, യേശു പള്ളിയിൽ പോയ കാര്യങ്ങൾ ചോദിച്ചു, യേശുവിൻ്റെ സ്നാനവും എല്ലാം ചോദിച്ചു. ആ, എല്ലാം മോൻ പഠിച്ചതായിരുന്നല്ലോ. അത് മമ്മി ഞാൻ എല്ലാം എഴുതി. ഫസ്റ്റ് കിട്ടുമോ അതോ ഇപ്രാവശ്യം വല്ലവരും കൊണ്ടുപോകുമോ? ഞാൻ എല്ലാം എഴുതി മമ്മി. പോയിന്ന് സ്കൂൾ റിവിഷൻ ചെയ്യും. ഹോ, ഇപ്പൊ പ്രയറും കണക്കാണേ, ബോറിങ്ങാന്നേ. ആരാധനയൊന്നും പോരാ. പ്രസംഗത്തിലൊരു പുതിയ പോയിന്റും ഇല്ല. ഇപ്പോൾ ആഴ്ചയിൽ 3 ദിവസം മീറ്റിങ്, അതും വല്ലാത്ത കൂടുതലാ. അതും 2-3 മണിക്കൂർ ഇരുന്നങ്ങ് മടുക്കും. ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിരുന്നു വേണ്ടത്. ഇപ്പോഴൊക്കെ എത്ര നല്ല പോയിന്റുകളുള്ള പ്രസംഗങ്ങൾ നമുക്ക് ഇൻ്റർനെറ്റിലും TV-യിലും കിട്ടും. സമയവും ലാഭം. ടൈം ഇസ് മണി എന്നല്ലേ? അത് ശരിയാ, വേറും സമയം നഷ്ടം തന്നെ, പിന്നെ മെനക്കേടും. എന്നാലും പിന്നെ ഈ പിള്ളേരുടെ കല്യാണം, പിന്നെ മരിച്ചവരും നല്ല അടക്കം, ഇതൊക്കെ നടക്കണ്ടേ? അതൊന്നും ഇൻ്റർനെറ്റിലും TV-യിലൊന്നും കിട്ടില്ലല്ലോ. അതിനൊക്കെ വല്ല സെറ്റപ്പുള്ള ഒരു സഭയിലും വല്ല പോണം. അത് ശരിയാ. അതുകൊണ്ടല്ലേ കടിച്ച് പിടിച്ച് നിൽക്കുന്നേ. ഇല്ലെങ്കിൽ എപ്പോഴേ നമ്മൾ വിട്ടുപോയനെ. ഈ സഭയിൽ വന്നപ്പോഴേ ഞാൻ അന്വേഷിച്ചത് ശവക്കോട്ട ഉണ്ടോന്നാ. ഹോ, അത് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ സമാധാനമായി. ആ, ചുമ്മാതാണോ ഞാൻ പള്ളിയും പട്ടക്കാരെയും ഒന്നും വിടാത്തത്? കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ പള്ളിയിലെ ചാക്കോടെ അടക്കമായിരുന്നു. മെത്രാപൊലീത്തയാ നടത്തിയത്. ഹാ, എന്നാ ശുശ്രൂഷയായിരുന്നു. ഇതുവല്ലോ നിങ്ങളുടെ സഭയിൽ വന്ന് നടക്കുമോ? ഓ, പിന്നെ എന്നതിനാ അച്ചായ ഇങ്ങോട്ട് വന്നേ? അവിടെ തന്നെ അങ്ങ് നിന്നാ പോരെ? ആ, അതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നമ്മുടെ സഭക്കാർക്കും അച്ഛനും ഒന്നും അറിയില്ല. അത് പിള്ളേർ വല്ലതും ബൈബിളിലെ വല്ലതും പഠിക്കണമെങ്കിൽ ഇവിടെയൊക്കെ പോകണം. ബാക്കി സമയം നമ്മുടെ പള്ളിയിൽ കൊണ്ടുപോകാം. എന്തായാലും പള്ളി വീട്ടിലുള്ള പരിപാടി ഈ തോമാശനില്ല. ആ, ഇതിനെ പറ്റിയാ ഞങ്ങളുടെ പാസ്റ്റർ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചത്. 2 വള്ളത്തിൽ ചവിട്ടുന്നവനെ ഒടുവിൽ വെള്ളത്തിലാകും. അച്ചായാ സൂക്ഷിച്ചാട്ടാ. ആ, അത് പോട്ടെ. സൺഡേ സ്കൂൾ പരീക്ഷയുടെ റിസൾട്ടൊക്കെ വന്നതെന്ന് അറിഞ്ഞു. രാജുവിൻ്റെ മോന് ഫസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ റോയി മോന് പരീക്ഷ എഴുതിയില്ലേ? എഴുതിയല്ലോ. ചിലപ്പോൾ സെക്കൻഡ് ആയിരിക്കും. ആ, സെക്കൻഡ് സോണിക്കാ. എടാ, നീ എല്ലാം എഴുതിയെന്ന് പറഞ്ഞിട്ട്? ഞാൻ എല്ലാം എഴുതി മമ്മി, ഒന്നുപോലും വിട്ടില്ല. ആഹാ, പിന്നെന്താ പറ്റിയതെന്നാ പാസ്റ്ററോടൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. സ്കൂളിലെ എക്സാമിനിടയിൽ പഠിപ്പിച്ചതാ. ടീച്ചറെ, റോയ്മോൻ എല്ലാം എഴുതി എന്നാ പറയുന്നേ. പിന്നെ മാർക്ക് എങ്ങനെ ഇങ്ങനെയായി? എഴുതി അനുസരിച്ച് മാർക്ക് ഇടാൻ പറ്റൂ.
റോയ്മോൻ എന്തൊക്കെയാ എഴുതിയെന്ന് അവനോട് ചോദിച്ചു നോക്ക്. ആ, ഞാൻ ചോദിച്ചിട്ട് തന്നെയാ വന്നത്. എൻ്റെ റോയ്മോൻ എല്ലാം എഴുതിയിട്ടുണ്ട്. അവൻ മിടുക്കനാ. പക്ഷേ അതൊന്നും പേപ്പറിലില്ല. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. എന്താ ഒരു തർക്കം? അതെ പാസ്റ്ററെ, റോയ്മോൻ എല്ലാം എഴുതിയെന്നാ പറയുന്നത്. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റുമില്ല സെക്കൻഡുമില്ല. ഇതെന്ത് കളി? എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ടീച്ചറിൻ്റെ കയ്യിൽ ചോദ്യപേപ്പർ ഉണ്ടല്ലോ. ആ, ഉണ്ട്. എന്നാ പിന്നെ പ്രശ്നം തീർന്നു. ഇപ്പോൾ തന്നെ ഞാനൊരു റീടെസ്റ്റ് ഇടാം. എന്താ? അത് മതി. ആ ചോദ്യപേപ്പർ ഇങ്ങനെ എടുക്കുക ടീച്ചറെ. റോയ്മോനെ, നീ ഇങ്ങോട്ട് നീങ്ങുന്നേ. ആദ്യത്തെ ചോദ്യം, എരിഹോ മതിൽ തകർത്തത് ആര്? അയ്യോ, ഞാനല്ല. ആ ഐസക്കും ജോയലുമാ. എപ്പോഴും മതിൽ ചാടി കിടക്കുന്ന കാണാം. അവരുടെ അടുത്ത് ചോദിച്ചു നോക്ക്. പാസ്റ്ററെ, എൻ്റെ റോയ്മോൻ അങ്ങനെ നശീകരണമൊന്നും ചെയ്യില്ല. ഗുഡ് ബോയ് ആണ് അവൻ. ഇനി അഥവാ അവൻ വല്ലതും തകർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കേടങ്ങ് എണ്ണി തന്നേക്കാം. അതുകൊണ്ട് മാർക്ക് കുറയ്ക്കാമോ? ഇത് ബൈബിളിലെ ചോദ്യമായിരുന്നു. എന്തായാലും എഴുതിയില്ലെന്ന് മനസ്സിലായല്ലോ. ഒന്ന് തെറ്റിയാലും സെക്കൻഡ് പ്രൈസ് എങ്കിലും കിട്ടണ്ടേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ആദ്യത്തെ കൽപ്പന എന്ത്? ആര് ആർക്ക് കൊടുത്തു? അത് അനുസരിച്ചോ? എന്നിട്ട് എന്തു പറ്റി? ഹവ്വ ആദത്തിൻ്റെ അടുത്ത് ഫലം കഴിക്കാൻ കൽപ്പിച്ചു. ആദമനുസരിച്ച്. അതാ പറ്റിയത്. ഈ പെൺവാക്ക് കേൾക്കുന്നവൻ പെരുവഴിയില്ല. ആഹാ, അതുപോട്ടെ. ഇനി അടുത്ത ചോദ്യം. യേശുവിൻ്റെ ജനനത്തെപ്പറ്റി ആദ്യം അറിഞ്ഞതാര്? മറിയം. ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് ശരിയായോണ്ട് ഞാൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. ഇനി അടുത്തത്, വിദ്വാൻമാർ യേശുവിനെ എന്തെല്ലാം കാഴ്ചകൾ അർപ്പിച്ചു? അത് സോപ്പ്, പൗഡർ, പാമ്പേഴ്സ്. മോനെ, മമ്മി പറഞ്ഞില്ലേ വീട്ടിലെ അനിയത്തിക്ക് കൊടുത്ത ഗിഫ്റ്റ്സാ കാര്യങ്ങളാ കൊടുത്തേന്ന്. ഇനി അടുത്തത്, ദൈവം നമ്മുടെ പാപം ക്ഷമിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പാപം ചെയ്യണം. എടാ റോയ്മോനെ, നീ എന്തൊക്കെ എഴുതിയിരിക്കുന്നേ? ആ, എന്തായാലും ഇത്രയായി. ഇനി മുഴുവൻ ഉത്തരങ്ങളോട് കേൾക്കാം. യേശുവിൻ്റെ എന്തെങ്കിലും ഒരു ഉപമയോ അത്ഭുത പ്രവൃത്തിയോ വിവരിച്ചെഴുതുക. അതൊരു വലിയ ഉത്തരമാണ്. ഞാൻ എൻ്റെ ഉത്തരപേപ്പറിൽ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഉത്തരപേപ്പർ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ വായിക്കാം. യെരൂശലേമിൽ നിന്ന് എരിഹോവിലേക്ക് ഒരു മനുഷ്യൻ പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് അവനെ കൊള്ളക്കാർ ആക്രമിച്ചു. അവർ അവനെ നിർദ്ദയം മർദ്ദിച്ചു. ടിശും മൃതപ്രായനാക്കി കഷ്ണമാക്കി അവിടെ ഇട്ടു. ചിലത് നല്ല നിലത്ത് വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് കിളികൾ കൊത്തിക്കൊണ്ടുപോയി. ശേഷിച്ചത് 12 കൊട്ട നിറച്ചെടുത്തു. അതിൽ ഒരു കൊട്ട ഇസ്കരിയോത്ത് യൂദ കൊണ്ടുപോയി ദേവാലയത്തിൽ കാളകളെയും ആടുകളെയും വിൽക്കുന്നവർക്ക് 30 വെള്ളിക്കാശിന് വിറ്റ് കളഞ്ഞു. നല്ല ഉത്തരങ്ങൾ. ഇനിയും ബാക്കി കൂടെ വായിക്കണോ? വേണ്ടേ, മതിയായി. എല്ലാം എഴുതിയെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറക്കാതിരിക്കുക. ലോകത്തിൻ്റെ വിജ്ഞാനം പഠിപ്പിക്കാനെടുക്കുന്ന സമയത്തിൻ്റെയും ശ്രമത്തിൻ്റെയും ഒരംശം എങ്കിലും വേദപുസ്തക പഠനത്തിന് മാതാപിതാക്കൾ ചെലവഴിച്ചാൽ പുതുതലമുറ ദൈവകൃപയിൽ ആശ്രയിച്ചു വളരും. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ വേണ്ടതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്ന ദൈവവചനം പഠിപ്പിക്കുന്നു. നല്ല അടക്കം പ്രതീക്ഷിച്ച് നാം നിത്യജീവൻ നഷ്ടപ്പെടുത്തിയാൽ നല്ല ഉയർപ്പ് നമുക്ക് നഷ്ടമാകും. ദൈവവചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരുന്നാൽ മാത്രമേ മുമ്പോട്ടുള്ള യാത്ര ഫലപ്രദമാകൂ. അല്ലാഞ്ഞാൽ മണലിന്മേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധികെട്ട മനുഷ്യന്റെ ഭവനത്തിന് സംഭവിച്ചത് നമുക്കും മുന്നറിയിപ്പായി എഴുതിയിരിക്കുന്നു. ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട ഒരു നല്ല ഭവനം പടുത്തുയർത്തുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. God is in the family. Love is always there. God is in the family. We're closer together. God is in the family. Blessings are found everywhere. When God is in the family, everything is there. So let him now come in, my friend. To the door he's always knocking.
നല്ല രസമുള്ള കാലാവസ്ഥ, വരുന്നില്ലെന്നാ ചിന്തിച്ച്. പക്ഷെ ഇപ്പം പോകാൻ തോന്നുന്നില്ല. പക്ഷെ നാളെ ഷാജൻ ബ്രദർ തന്നെ പാടണമെന്ന് ഓർക്കുമ്പോൾ പോകാതിരിക്കാനും വയ്യ. ഇവിടെ വളരെ പ്രതീക്ഷയോടെ വന്നപ്പം നല്ല നല്ല അനുഭവങ്ങളൊക്കെ കിട്ടി. ആദ്യം ഞാൻ വന്നപ്പോൾ ഇവിടെ മുഴുവൻ ട്രാഫിക് പോലീസുകാരാണ്. അവിടെ പാർക്ക് ചെയ്യ്, ഉടനെ അവിടെ കൊണ്ട് പാർക്ക് ചെയ്തു. ഏയ് അവിടെയല്ല, തൊട്ടിപ്പുറത്ത് മാറ്റിപ്പുറം. അവിടെ പാർക്ക് ചെയ്തപ്പോൾ അവിടെയല്ല, അപ്പുറത്ത്. ഡ്രൈവിംഗ് സ്കൂളിൽ പോയാൽ എടുത്താൽ മതി. ഇവിടെ B മുതൽ Z വരെ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു എവിടെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അത് നമ്മളണ്ട് അവിടെ ഗേറ്റിൻ്റെ അവിടെ ചെന്നിട്ട് അങ്ങോട്ട് നടന്നാൽ മതി. പതിയെ നടന്ന് അവിടെ ചെന്നപ്പം എത്തിയത് ലേഡീസ് ഹോസ്റ്റലിൽ. അവർ തല്ലാതെ വിട്ടത് നന്നായി. പിന്നെ മകള് ഗൂഗിൾ മാപ്പ് ഇട്ട് തന്നപ്പോഴാണ് 1 കിലോമീറ്റർ നടന്ന് അവിടെ ചെന്നത്. ട്രാഫിക് പോലീസിൻ്റെ സീൻ കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും വൈദ്യന്മാരായി. എല്ലാവരും നല്ല സ്നേഹം. കഴിച്ചോ? ആ കഴിച്ചു. കുടിച്ചോ? കുടിച്ചു. ഒരാൾ വൈകിട്ട് കണ്ടപ്പോൾ പറയുക, മുഖം എന്നാ വല്ലാതിരിക്കുന്നേ, കാറ്റ് കൊണ്ടതിൻ്റെ ആയിരിക്കും. ശകലം ജോസിലിനോ അല്ല വാസലിൻ തേക്കും. അത് തേച്ചു. പിന്നെ കാണുന്നവരെല്ലാം ക്ഷീണം, ഓരോ മരുന്നും പറഞ്ഞു തുടങ്ങി. അങ്ങനെ ഞാനും ചിന്തിച്ചു ഒരു വൈദ്യരങ്ങായേക്കാം. അങ്ങനെ വൈദ്യരായി നിന്നപ്പോൾ ഇങ്ങനെ ചുറ്റും നോക്കിയപ്പം എന്തായി? ആ ഷൈനി സിസ്റ്റർ അല്ലേ വരുന്നത്? എന്തു പറ്റി സഹോദരി? ഹലോ, റോയ് ബ്രദർ ആകെ ക്ഷീണിച്ചു പോയല്ലോ. ക്ഷീണിച്ചു പോയോ? കളമശ്ശേരി വന്നപ്പോ ഒന്ന് തടിച്ചു കൊഴുത്തൊക്കെ ഇരുന്നാള്. ഇപ്പൊ എന്ത് പറ്റി? എന്നാ പറ്റി? ഭക്ഷണമൊക്കെ കൂടുതലായി പോയതിന്റെ ക്ഷീണമായിരിക്കും. ഓ, ഞാനും അതെ. ആദ്യത്തെ ദിവസം വരുമ്പോ വല്ല കാലൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചതാ, ഒന്നും ഉണ്ടായില്ല. അതിനൊരു രഹസ്യം പറയാം, ആരും കേക്കല്ലേ. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. കോടമഞ്ഞൊക്കെ കാണാന്ന് വിചാരിച്ച ഇവിടെ വന്നേ. കയ്യൊറ, കാലൊറ, കമ്പിളി പുതപ്പ് എന്തെല്ലാം കൊണ്ടുവന്ന് ഒരു തോർത്തിന് പോലും പ്രയോജനപ്പെട്ടില്ല. ഒരു തണുപ്പുമില്ല. വല്ലാതായി പോയല്ലോ. ആ, ഇതിനെ വേറൊരു രഹസ്യം പറഞ്ഞാൽ ആരും കേൾക്കരുത്. പ്രത്യേകിച്ച് വനം വകുപ്പുകാർ കേൾക്കരുത്. ആണോ? രാത്രി 10 മണിയാകുമ്പം പുറത്തിറങ്ങി നിന്ന കാട്ടുപന്നി വരും. ആണോ? അതിൻ്റെ കുറച്ച് ഭാഗം എടുത്ത് കണ്ടിച്ചെടുത്തിട്ട് കറി വെച്ച് കൂട്ടിയാൽ നല്ല ഉഷാറ് കിട്ടും. അന്ന് ഞാനും പന്നി വരുമെന്ന് നോക്കട്ടെ. ഓക്കെ. അയ്യോ, ജയൻ ബ്രദറോ, എന്തു പറ്റി? വലിയ ക്ഷീണമാണല്ലോ. എൻ്റെ റോയിച്ച കുട്ടിക്കാനത്തിൽ പോന്നപ്പം കുഴപ്പമില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഭയങ്കര ഉറക്കം. കിച്ചണിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഫുഡ് നേരത്തെ കഴിച്ചു നോക്കണം. 10,000 പേർക്ക് കൊടുക്കേണ്ടതല്ലേ. 8:30 ഇവിടെ വന്ന് കഴിയുമ്പോഴും ഫുഡ് കഴിക്കാൻ പറയും. അങ്ങനെ രാവിലെയും വൈകിട്ട് ഫുഡ്, ചായ, കാപ്പി, പിള്ളേരുടെ പാല്, അവിടെ ബാലൻസ് വരുന്നത് മുഴുവൻ അങ്ങോട്ട് കഴിക്കണം. അതുകൊണ്ട് ഇതുകൊണ്ട് ഷട്ടർ വെയിലടിച്ചിട്ടേ, കുട്ടിക്കാലത്ത് വെയിലടിച്ചിട്ട് ചെറുതായിപ്പോയി, വയറൊക്കെ ഒട്ടിപ്പോയി. അതുകൊണ്ട് ഭയങ്കര ക്ഷീണം, ഉറക്കം പോകാൻ ഞാനൊരു പണി പറയാം. ഒന്നെങ്കിൽ രാവിലെ 6:45 ഇവിടെ വരിക, മെഡിറ്റേഷൻ ക്ലാസ് ഉണ്ട്, സുഖമായിട്ടിരുന്ന് ഉറങ്ങാം. അത് പറ്റിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, മെൻസ് ഹോസ്റ്റലിൻ്റെ വരാന്തയിൽ കൂടെ നടക്കണം. അപ്പോൾ ഒരു മുറി ചിലപ്പോൾ സിംഹമായിരിക്കും, ചിലപ്പോൾ കരടിയായിരിക്കും. നല്ല സൗണ്ട് കേൾക്കാം. ഏറ്റവും നല്ല സൗണ്ട് കേൾക്കുന്ന റൂമിൽ കയറി കിടന്നാൽ നല്ല ഉറക്കം കിട്ടും. ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ? രണ്ടും കുഴപ്പമില്ല, രണ്ടും കണക്ക് തന്നെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, പോയി നോക്കിട്ടോ. ശരി. എന്തു പറ്റി? എൻ്റെ കുടുംബത്തിന് വേണ്ടി പോരാടാൻ വന്നതാ ഞാൻ. ഇന്നലെ രാത്രി ഇന്നലെ രാത്രിയെ 10 മണിക്ക് ശേഷം പുറത്തിറങ്ങരുതെന്നാണ് ഇവിടെ പറഞ്ഞേക്കണം. ഞാൻ ഇന്നലെ 10 മണിക്ക് ശേഷം ഇറങ്ങി പുറത്ത്. എന്താ പറ്റിയെന്ന് അറിയണ്ടേ? ഒരു കാട്ടുപന്നിയെ കണ്ടില്ല. എന്റെ ബ്രദറെ, എനിക്കത് മുന്നേ തുടങ്ങിയതാ. എനിക്ക് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണണം. പിന്നെ എന്തു പറ്റി? എന്തോ പറ്റാനാ ഇങ്ങനെ. എനിക്കിത് പോരാടാൻ പറ്റണില്ല. ഒത്തിരി കാര്യങ്ങൾ ഞാൻ കണ്ടു, ഒത്തിരി കാര്യങ്ങൾ കിട്ടി. പക്ഷെ എനിക്കിത് തുടങ്ങിയ ശേഷം നിർത്താൻ പറ്റണില്ല. സ്വർണ്ണക്കേട് പുറത്തിറങ്ങരുത് പറഞ്ഞതാ, ഞാൻ സ്വർണ്ണക്കേട് കാണിച്ചെന്നേ. അതുകൊണ്ടാ. അതിന് പറ്റിയ ഒരു ഡോക്ടറുണ്ട്. ഡോക്ടർ ജോസലിന് ഇവിടെ വരൂ. ഒരു രോഗിയുണ്ട് ഇവിടെ. ഇതാണോ?
ഇതാണ് ഡോക്ടർ. അയ്യോ എന്താ യേശുദാസ് പറ്റിയത്? ഇന്നലെ ഞാൻ കണ്ടപ്പോ ഒരു കുഴപ്പമുണ്ടായില്ല. എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട, എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ടെന്ന്. ഇഞ്ചക്ഷൻ ഒന്ന് അടങ്ങുവാ. ഞാനേ എനിക്കിവിടെ ഫാമിലിക്ക് വേണ്ടി പോരാടാൻ വന്നതാ. വിശ്വാസത്തിന് വേണ്ടി പോരാടാൻ ഞാൻ ഇന്നലെ പഠിച്ചു. രാത്രി പാപത്തോട് പോരാടാൻ പഠിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ഇന്നലെ രാത്രി പഠിച്ചു. പിശാചിനോട് പോരാടാനൊക്കെ പഠിച്ചു ഞാൻ. പക്ഷെ ഇന്നലെ രാത്രി അനുസരണക്കേട് കാണിച്ചിട്ടാ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ആരും വന്നിട്ടില്ലേ? എനിക്ക് പേടിയാവുന്നു. കാണണം. ആരും വന്നില്ല കൂടെ? ഇല്ല, എന്റെ ഭാര്യയുണ്ട്. എന്റെ ഭാര്യ ഇവിടെ ഉണ്ട്. അയ്യോ, ഇത്രയും വയ്യാത്ത ഞെട്ടല് പിടിച്ച എന്റെ ഭാര്യക്ക് ഇത് കണ്ട് ഞെട്ടി വീണോ? എന്റെ ഭാര്യ ഞെട്ടി, എന്റെ ഭാര്യ ഞെട്ടി, എന്റെ ഭാര്യ ഞെട്ടി. അവിടെ എവിടെ ഉണ്ട്? പിള്ളേരൊക്കെ നോക്കി നടക്കുന്നുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കല പരിപാടി. എപ്പ തുടങ്ങിയത്? രാത്രി ഏത് യാമത്തിലാ തുടങ്ങിയത്? അതിന്നലെ രാത്രി 12 മണിയായി കാണും. കാട്ടുപന്നീനെ കണ്ടോ? ആ, ഞാനേ ഉറക്കത്തിലൊരു സ്വപ്നം കണ്ടിട്ട് എഴുന്നേറ്റതാ. അപ്പൊ ഞാൻ പുറത്തിറങ്ങി. ഇങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ ഇറങ്ങി പുറത്തിറക്കണമെന്ന് സ്വഭാവം ഇടയ്ക്കുണ്ടെന്ന് എൻ്റെ ഭാര്യ പറയാറുണ്ട്. അങ്ങനെ ഞാൻ ഇറങ്ങിയതായിരിക്കും. പക്ഷെ ഞാനൊരു പന്നിയെ കണ്ട് പേടിച്ചതാ. ഒരു കാര്യം ചെയ്യാം, എല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം. അതുവരെ ഒന്നും മിണ്ടരുത്. ശ്രദ്ധിച്ച് കേൾക്കാൻ വെറുതെ നിൽക്കാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ റോയ് ബ്രദർ ഇടയ്ക്കൊന്ന് പിടിച്ചേക്കണേ. എന്റെ റോയിച്ച പടം പാടില്ലേ? രാത്രി 2-ാം യാമത്തിൽ നിന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഒരു കാര്യം ചെയ്യാ, ഇന്ന് രാത്രി നോക്ക കാട്ടുപന്നി എങ്ങാനും വരുന്നുണ്ടോന്ന്. അതിനെ കണ്ട് ഒന്നും കൂടി ഞെട്ടാൻ ശ്രമിക്കുക. അപ്പൊ ചിലപ്പോ ഈ ഞെട്ടല് പോകും. അതല്ലെങ്കിൽ ഈ ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഞൊട്ടാഞ്ഞൊടിയൻ അത് ചോദിക്കാം നമുക്ക്. ഈ ഞാൻ പഠിച്ചത്, ഞാൻ MBBS എടുത്തത് ഉഗാണ്ടേന്നാ. അവിടെ കുറെ പൊടിക്കൈകളൊക്കെ ഉണ്ട്. അവര് അധികം അല്ലെ പിന്നെ ഉഗാണ്ടയെ കൊണ്ടുപോകേണ്ടി വരും. ആ ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ നമുക്ക്. ഉഗാണ്ടയിലേക്ക് പോകണം. എനിക്ക് അവിടെ ഒത്തിരി മിഷണറി പ്രവർത്തകർ അവിടെ ആവശ്യമാണ്. അത് ഞെട്ടല് മാറ്റി. പിന്നെ കുറച്ച് പാവയ്ക്കാന്നൂര് സംഘടിപ്പിക്കും. രാവിലെ റെഡിയാക്കി വെച്ചിട്ട് ഇവിടെ അടുത്ത് നല്ല ആറുണ്ട്, നല്ല തണുത്ത വെള്ളം. ആ തണുത്ത വെള്ളത്തിൽ പോയി നന്നായി കുളിക്കുക. 10 മിനിറ്റ് മുങ്ങി കുളിക്കുക. തിരിച്ചു വന്ന് ഈ ഞൊട്ടാഞ്ഞൊടിയനും പാവയ്ക്കാനീരും ചേർത്തത് കഴിക്കുക. എനിക്ക് ഷുഗർ ഇല്ല. എനിക്ക് മേഡം, എനിക്ക് ഷുഗർ ഇല്ല. ഷുഗറിനല്ല, ഇത് ഞെട്ടലിനാണ്. ഇഞ്ചക്ഷൻ വേണം. ഇഞ്ചക്ഷൻ ഒന്നും തരാൻ പറ്റില്ല. ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഇഞ്ചക്ഷൻ എടുക്കണേ. ഗൈനക്കോളജിസ്റ്റിനെയാണ് താങ്കൾക്ക് വേണ്ടത്. ഗൈനക്കോളജിസ്റ്റിനെ അല്ല, ഞെട്ടോളജിസ്റ്റ് ആണ്. അതിവിടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്. എന്റെ ഫ്രണ്ടാണ് ഡോക്ടർ അഗ്രിപ്പ അഗ്രവാൾ. KVM ഹോസ്പിറ്റൽ മനസ്സിലായോ? കാശുള്ളവൻ വന്നാൽ മതി. അവിടെ പോയിട്ട് ഡോക്ടർ വേണ്ടത് ചെയ്തു തരും. ഒരു സ്വതന്ത്രം. എന്റെ റോയിച്ചായ ഇനൊന്ന് കൊണ്ടുപോയേ. എന്നെ കൊണ്ട് പറ്റില്ല ഈ കേസൊന്നും. ഞാൻ പോണ്. വക്കീലെ എന്താ ഇവിടെ പണിയൊന്നുമില്ലേ? ഇങ്ങനെ എന്തല്ലേ ഇറങ്ങുന്നത്? വാ ചോദിക്കട്ടെ, എന്താ അവിടെ പണിയൊന്നുമില്ലേ? ഇവിടെ ഇങ്ങനെ ഇറങ്ങുന്നത്? ഞാൻ വിചാരിച്ചേ ഈ കുട്ടിക്കാനത്ത് ഈ നോഹയുടെ പെട്ടകത്തിലെ പോലെ ഒരു കൂട്ടം ജനമെല്ലാം ഇവിടെ വന്നിട്ടുണ്ടെന്ന് കേട്ടു. അവരുടെ തീം എന്താണ്ടോ പറയുന്നത് കേട്ടു. ഫൈറ്റ് വിത്ത് ദ ഫാമിലി, അതോ ഫൈറ്റ് വിതിൻ ദ ഫാമിലി. അങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വക്കാലത്തെടുത്തും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളാവുമല്ലോ. പക്ഷെ ഇവിടെ വന്നപ്പോഴല്ലേ കാണുന്നത് ഫൈറ്റ് ഫോർ ദ ഫാമിലി. അവർ തന്നെ യുദ്ധം ചെയ്താൽ പിന്നെ നമ്മുടെ പണി പോയില്ലേ. പിന്നെ ഞാൻ ഇവിടെ വന്നു. ഒരു ആഫ്രിക്കൻ സഫാരിക്ക് പോകണമെന്നാണ് വിചാരിച്ചത് ഞാൻ. അപ്പോൾ എല്ലാ മൃഗങ്ങളെയും കാണാമല്ലോ. അത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചിലവാണ്. അപ്പോൾ അത് ആഫ്രിക്കൻ സഫാരി പോവുകയാണെങ്കിൽ നമുക്ക് ആനയെ കാണാം, കുതിരയെ കാണാം, അങ്ങനെയുള്ള പല മൃഗങ്ങളെയും കാണാം. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ച് ഞാനിവിടെ വന്നു. ഇവിടെ വന്നിട്ട് ആന, കുതിര, അതിൽ ഏത് മൃഗങ്ങളെ നോക്കണം? ഒരെണ്ണത്തിനെയും കാണാനില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ ഒരു ഓന്തിനെങ്കിലും കാണണ്ടേ നിറം മാറുന്നത്? അതുമില്ല. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ആ മലഞ്ചെരുവിൽ അവിടെ മന്ദമാരുതനടിച്ചിങ്ങനെ വരുമ്പോൾ
ഒരു പറ്റം കുഞ്ഞാടുകൾ, അത് മുഴുവൻ നിരന്ന് നിൽക്കുക. പിന്നെ ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ. ആടെന്ന് പറഞ്ഞാൽ അതിൽ മാത്രം ഒരു സ്പെഷ്യൽ വെറൈറ്റി ഒക്കെ ഉണ്ട്. ചെമ്മരിയാടുണ്ട്, കോലാടുണ്ട്, ജമുംപാരി ആടുണ്ട്, ജന്മനാ പ്യാരി ആടുണ്ട്. അങ്ങനെ എല്ലാ ആടുകളാണ് ഇവിടെ. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് എന്താ, നോഹയുടെ പെട്ടകത്തിലെ മറ്റേ എല്ലാ സാധനവും കൂടി അവിടെ ഇരിക്കുക, എല്ലാം കൂടി ഇടി കുത്തിയായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ വന്നപ്പോൾ എല്ലാം കുഞ്ഞാടുകളാണ്, എല്ലാം ആടുകളാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ മല ഇറങ്ങി കഴിഞ്ഞു കഴിയുമ്പോൾ ഇവരൊക്കെ എന്താവോ എന്തോ. വക്കീലെ ദേ നോക്കിക്കേ, അവിടെ കണ്ണ് കണ്ടോ? ഒരു സിംഹത്തിൻ്റെ കണ്ണ് അവിടെ കാണുന്നുണ്ട്. ഇവിടെ ഒരു കരടിയുണ്ട്. ചിലപ്പോൾ നമ്മളെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി ഇതെല്ലാം കൂടെ പിടിച്ചു തിന്നും ബാബു.